When we go through going through the POCSO Act, the first and foremost thing to prove from the side of the prosecution is that the age of the victim. Age of the victim എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവാം. നമുക്കറിയാം നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 years. അതൊക്കെ ബേസിക് തിങ്സ് ആണ്. അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. എന്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് we should prove that the prosecution should prove that whether the age of the victim in between 0 to 12 or 12 to 16 or 16 to 18. 18 വയസ്സിന് താഴെയാണെന്ന് പ്രൂവ് ചെയ്യുന്നതോടൊപ്പം പ്രോസിക്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, എനിക്കറിയാം ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഒരു ഡബിൾ എഡ്ജ്ഡ് വെപ്പണാണ്. പ്രോസിക്യൂഷനും ഡിഫൻസും ഒരേ സമയം ഇത് രണ്ട് കാര്യവും പറഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ എനിവേ ഈ ഓരോ കാര്യം പറയുമ്പോഴും പ്രോസിക്യൂഷനും ഡിഫൻസിനെയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 0 മുതൽ 12, 12 മുതൽ 16, 16 മുതൽ 18. കാരണം ആ ഏജിന്റെ കാറ്റഗറൈസേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പോക്സോ നിയമത്തിൽ ശിക്ഷയുടെ കാഠിന്യത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ പോക്സോ നിയമം ഒന്ന് കണ്ണോടിച്ചാൽ അതിൽ സെക്ഷൽ ഒഫൻസുകളും ഉണ്ട്, നോൺ സെക്ഷൽ ഒഫൻസുകളും ഉണ്ട്. നമുക്കറിയാം സെക്ഷൻ 3 to 12, 3 to 10 എന്ന് വേണം പറയാൻ, പക്ഷേ 3 to 12, 11ഉം 12ഉം കൂടി നമുക്ക് എടുക്കാം സെക്ഷൽ ഒഫൻസ്. ദെൻ 13 to 18, ദെൻ 21, 20 to 23. അതാണ് നോൺ സെക്ഷൽ ഒഫൻസുകളിലേക്ക് നമുക്ക് സാധാരണ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രൂഫ് ഓഫ് ഏജിലേക്ക് നമ്മൾ വരുന്നു. പ്രൂഫ് ഓഫ് ഏജിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഈ പോക്സോ നിയമത്തിലെ പ്രിസംഷനെ സംബന്ധിച്ച് സെക്ഷൻ 29, 30 ആൻഡ് 29ലേക്കും 30ലേക്കും നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. 29, 30ലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഏജിനെ സംബന്ധിച്ചിടത്തോളവും ചില കാര്യങ്ങൾ നമ്മുടെ പ്രിസംഷനിലേക്ക് വരുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ ഏജിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട നമ്മുടെ മുൻപിലുള്ള ഒരു കേസ്, നമുക്കൊരു കേസ് സ്റ്റഡിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്കറിയാം ജർണൈൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, AR 2013 സുപ്രീം കോർട്ട് 3467. ജർണൈൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, AR 2013 സുപ്രീം കോർട്ട് 3467. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സെക്ഷൻ 29 and 30. സെക്ഷൻ 29 എന്ന് പറയും നമുക്കറിയാം പ്രിസംഷൻ ആസ് ടു സർട്ടൻ ഒഫൻസസ്. ദെൻ സെക്ഷൻ 30 നമുക്കറിയാം പ്രിസംഷൻ ഓഫ് കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ദി അക്യൂസ്ഡ്. അപ്പൊ നമ്മൾ പ്രിസംഷന്റെ ആനുകൂല്യം നമുക്ക് എപ്പോൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോക്സോ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഏജ് പ്രൂഫ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജർണൈൽ സിംഗ് കേസിന്റെ അകത്ത് പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം, പോക്സോ നിയമത്തിൽ ഒന്ന് നോക്കിയാൽ ഒരു സ്ഥലത്തും ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഓഫ് വിക്ടിമിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്തും പറയുന്നില്ല. അതേസമയം 34-ൽ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഓഫ് ചൈൽഡ് JCLനെ സംബന്ധിച്ച് CCLനെ സംബന്ധിച്ചിട്ടുള്ള ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ആണ്. കാരണം ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഏജ് ഡിറ്റർമിനേഷനെ സംബന്ധിച്ച് JJ ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നിലവിൽ പ്രസക്തമായി പോക്സോ നിയമത്തിൽ ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഓഫ് ദി വിക്ടിം ചൈൽഡിനെ സംബന്ധിച്ച് പറയാത്ത സാഹചര്യത്തിൽ ആണ് ജർണൈൽ സിംഗ് കേസിന്റെ അകത്ത്, ജർണൈൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയിൽ Rule 12 of JJ Act Rules 2007 is applicable for determination of age of CCL or JCL will also be especially applicable to the determination of the age of victim child. ആ ജർണൽ സിംഗ് കേസിലാണ് ഈ പറയുന്ന പോക്സോ നമ്മുടെ ജൂനിയർ ജസ്റ്റിസ് ആക്ടിലെ റൂൾ 12ന്റെ അകത്ത് നിന്നുകൊണ്ട് ഇത് വിക്ടിം ചൈൽഡിന്റെ ഏജ് ഡിറ്റർമിനേഷനും ഇത് ബാധകമാക്കിക്കൊണ്ടുള്ള നിലയിൽ അവിടെ ജർണൽ സിംഗ് കേസിന്റെ അകത്ത് വിധി പറഞ്ഞത്. ആ കേസിന്റെ അകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ആ കുട്ടിയുടെ ഏജ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തത്. പക്ഷേ ആ കുട്ടി 3rd സ്റ്റാൻഡേർഡ് വരെ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഷീ ഹാഡ് സ്റ്റഡീഡ് ഓൺലി അപ് ടു 3rd സ്റ്റാൻഡേർഡ് ആൻഡ് thereafter ലെഫ്റ്റ് ഫ്രം ദ സ്കൂൾ. അപ്പൊ ഇവിടെ HMനെ വിസ്തരിച്ചപ്പോ ഇവിടെ HM ഹാജരാക്കിയ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ഓഫ് അഡ്മിഷൻ രജിസ്റ്റർ ഫസ്റ്റ് അറ്റൻഡഡ് ബിഫോർ ദി സ്കൂൾ. ഈ ജർണൽ സിംഗിലെ നമ്മൾ എപ്പോഴും അഡ്മിഷൻ എക്സ്ട്രാക്ട് ഹാജരാക്കുമ്പോൾ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ ഹാജരാക്കുന്ന സമയം ആദ്യം അറ്റൻഡ് ചെയ്ത, അപ്പൊ അതാണ് സഫിഷ്യന്റ് പ്രൂഫ്. എക്സ്ട്രാക്ട് ഓഫ് അഡ്മിഷൻ രജിസ്റ്റർ ഫസ്റ്റ് അറ്റൻഡ്.
അതല്ലാതെ അവസാനത്തെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് ഹാജരാക്കിയത് കൊണ്ട് കാര്യമില്ല. ആ രീതിക്ക് അനുസരിച്ച് ഈ ജർണൽ സിംഗിന്റെ കേസ് ഫോളോ ചെയ്തിട്ടാണ് പിന്നീട് വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡേവിഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള റിപ്പോർട്ടഡ് ഇൻ 2020 പാർട്ട് 5 KLT 92, ഡേവിഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2020 പാർട്ട് 5 KLT പേജ് നമ്പർ 92. അപ്പോ അതിനെ തുടർന്ന് പിന്നീടുള്ളത് അലക്സ് PV വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള റിപ്പോർട്ടഡ് ഇൻ അലക്സ് PV വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള റിപ്പോർട്ടഡ് ഇൻ 2021 പാർട്ട് 4 KLT 480. അപ്പൊ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കേസുകളിൽ മുഴുവൻ ഈ ജർണൽ സിംഗിന്റെ കേസിന്റെ വിധിയെ സംബന്ധിച്ചാണ് ഈ കേസുകളിലൊക്കെ പ്രതിപാദ്യ വിഷയമാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് വന്ന ഒരു കേസിന്റെ അകത്തും ജർണൽ സിംഗിന്റെ വിധിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2021 പാർട്ട് 4 KHC 527, 2021 527 സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ 29 സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. അപ്പൊ അവിടെ ലീഗൽ ബർഡനെ സംബന്ധിച്ച് ബർഡൻ ഓഫ് പ്രൂഫിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ഒഫൻസേഴ്സ്, ഏത് കേസാണ് എങ്കിൽ പോലും നമുക്കറിയാം, ഈവൻ ഇൻ എ പെറ്റി കേസ് ഓർ എ മർഡർ കേസ് ഓർ എ റേപ്പ് കേസ് ഓർ എനി അതർ കേസസ്, in almost all the cases the burden is upon the prosecution to establish their case. So proof beyond any shadow of doubt. അതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ചില നിയമങ്ങൾ, ചില സബ്സ്റ്റാൻറ്റീവ് ലോസിൽ ചില പ്രിസംഷന്റെ ആനുകൂല്യം കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ കുറ്റത്തിന്റെ അനുമാനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ രീതിക്കനുസരിച്ച് മാത്രമാണ് സെക്ഷൻ 29 ആപ്ലിക്കേഷൻ. നമുക്കറിയാം, റേപ്പ് കേസിൽ സെക്ഷൻ 114 ക്യാപിറ്റൽ എയുടെ ആപ്ലിക്കബിലിറ്റിയെ സംബന്ധിച്ച് നമുക്കറിയാം. അതുപോലെ 304B കേസിലെ ബർഡൻ ഓഫ് നമ്മുടെ പ്രിസംഷനെ സംബന്ധിച്ച് ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സെക്ഷൻ 29 എപ്പോഴാണ് ആപ്ലിക്കബിൾ ആയി വരുന്നത്, അല്ലെങ്കിൽ സെക്ഷൻ 29 അതിനാണ് ഈ നമ്മുടെ ഡേവിഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ കൃത്യമായി സെക്ഷൻ 35 ഓഫ് എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറഞ്ഞുകൊണ്ട് ലീഗൽ ബർഡൻ ഓഫ് പ്രൂഫിനെ സംബന്ധിച്ച് ലീഗൽ ബർഡനായിട്ടും എവിഡൻഷ്യൽ ബർഡനായിട്ടും രണ്ട് ഭാഗമായി തിരിച്ചിരിക്കുന്നു. ലീഗൽ ബർഡൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ബർഡൻ ഓഫ് ഫാക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഗിൽട്ട് ഓഫ് ദി അക്യൂസ്, ഇതാണ് ലീഗൽ ബർഡൻ. ഇതിന്റെ എവിഡൻഷ്യൽ ബർഡൻ എന്താണ്? ബർഡൻ ഓഫ് പ്രൂവിംഗ് എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട്സ് ഓർ ഫാക്ട്സ് ഇൻ ഇഷ്യൂ. അപ്പൊ ഇവിടെ ഒരു ഭാഗം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബർഡനായിട്ട് പറയുന്നു, മറ്റൊരു ഭാഗം ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം അതായത് എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട്സ് ഓർ ഫാക്ട്സ് ഇൻ ഇഷ്യൂ. അവിടെയാണ് ഡിഫൻസിന്റെ ഭാഗത്തെ സംബന്ധിച്ച് വരുന്നത്. എനിവേ, ഈ സെക്ഷൻ 29 ആപ്ലിക്കബിലിറ്റി ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കേസുകളിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അത് ബർഡൻ ഓഫ് പ്രൂഫ്, ആ ബർഡൻ നമ്മൾ റിബട്ട് ചെയ്യാതെ ഒരു സാഹചര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ 0 to 12, 12 to 16, 16 to 18 അപ്രോപ്രിയേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോക്സോ നിയമത്തിലെയും IPCയിലെയും ഒഫൻസുകൾ ബാധകമാക്കി ഒരു പോക്സോ നിയമത്തിലെ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കൾപ്പബിൾ ആക്കണമെങ്കിൽ, അല്ലെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ, റോപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് വി ഷുഡ് പ്രൂവ് ദാറ്റ് whether the victim is in between 0 to 12 or 12 to 16 or above or in between 16 and 18. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കാരണവശാലും ഇതിന്റെ ആ കൃത്യമായ സെക്ഷന്റെ ആപ്ലിക്കബിലിറ്റി നമുക്ക് നിൽക്കുകയില്ല. അപ്പൊ ഇവിടെ ജർണൽ സിംഗ് ഫോളോ ചെയ്ത് വരുന്നതിന്റെ അകത്ത് the extract of admission register which the victim was first attended admissible, അതിനെ സംബന്ധിച്ച് നമുക്കറിയാം സെക്ഷൻ 94 ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. 94-ൽ പറയും, നമുക്കറിയാം ജുവനൈൽ കോൺഫ്ലിക്ട് വിത്ത് ലോയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിക്ടിം ചൈൽഡിനും അത് ആപ്ലിക്കബിൾ ആക്കിക്കൊണ്ടാണ് ജർണൽ സിംഗിന്റെ അകത്ത് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 94-ൽ പറയുന്ന ഏജ് പ്രൂഫിനെ സംബന്ധിച്ച് പറയുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, date of birth certificate from the school or the matriculation or equivalent certificate from the concerned examination of board if available and in the absence thereof. Then second one, the birth certificate given by a corporation or municipal authority or a panchayat. Then third, and only in the absence 1 and 2 above, age shall be determined by an ossification test or any other latest medical or age determination test conducted on the orders of the committee or the board. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ പോലും ഈ പറയുന്ന നിലയിൽ ഈ നമ്മുടെ ഈ മൂന്ന് കേസുകൾ, അതായത് ജർണൽ സിംഗിന്റെ കേസിലും ഡേവിഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലും അലക്സ് PV വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കേസിലും സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിന്റെ അകത്തും ഒക്കെ
ഇവിടെ ഈ 94ന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജർണൈൽ സിംഗിന്റെ വിധിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കോടതികളെല്ലാം ഏജ് പ്രൂഫിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു ഏത് രീതിയിൽ വേണം. വിക്ടിം വെയർ ലാസ്റ്റ് അറ്റൻഡഡ് ഇൻ ദ സ്കൂൾ ആൻഡ് ഓൾസോ മൊഴി കൊടുക്കുന്ന സാഹചര്യത്തിൽ വെറുതെ ഒരു HMO ഒരു പ്രിൻസിപ്പളോ അല്ലെങ്കിൽ സാധാരണഗതി നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. ഇത് HMO ദ പ്രിൻസിപ്പൽ ഇഷ്യൂഡ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ടു വെച്ചിട്ട് സർട്ടിഫൈ ദാറ്റ് ദിസ് ഈസ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് വിക്ടിം സ്വാൻസോ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ് ദെൻ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതല്ല നമ്മുടെ ഇവിടെ പ്രൂഫ് ഓഫ് മാനർ ഓഫ് പ്രൂഫ് ഓഫ് ഓർ പ്രൂവിംഗ് ദി ഏജ് ഓഫ് ദി വിക്ടിം. അപ്പൊ ഇവിടെ ജേർണലിസ്റ്റിംഗ് ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പൊ അലക്സ് PVക്കകത്ത് പറയുന്ന ഒരു കാര്യം, അവിടെ ഒരു എക്സിബിറ്റ് P3 ഉണ്ടായിരുന്നു, എക്സ്ട്രാക്ട് ഓഫ് അഡ്മിഷൻ രജിസ്റ്റർ ഓഫ് സ്കൂൾ. അത് ത്രൂ HM ആണ് എക്സിബിറ്റ് P3 ആയിട്ട് മാർക്ക് ചെയ്തത്. പക്ഷെ അവിടെ ആ HMനെ സംബന്ധിച്ച് നോ പേഴ്സണൽ നോളജ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു, അലക്സ് PV വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2021 പാർട്ട് 4 KLT പേജ് നമ്പർ 480. അതിൽ പറഞ്ഞത് നോ പേഴ്സണൽ നോളജ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റർ ഈസ് നോട്ട് എ പബ്ലിക് ഡോക്യുമെന്റ് എക്സ്ട്രാക്ട് to be proved by oral evidence by competent person. So that HM is not a competent person. അവർക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നോട്ട് പ്രൂവ്ഡ്, അലക്സ് PVക്കകത്ത് സംഭവിച്ചെന്താണെന്നറിയോ, അവിടെ നോട്ട് പ്രൂവ്ഡ് ദാറ്റ് ദി ഏജ് ഓഫ് ദി വിക്ടിം ഇൻ ബിറ്റ്വീൻ 12 and 16. അവിടെ അലിജ് ചെയ്ത ഒഫൻസ് എന്ന് പറയുന്നത് 376(2)I സെക്ഷൻ 5F ആണ്. 376(2)I നമുക്കറിയാം എന്താണ്. ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 2013 വിത്ത് എഫക്ട് ഫ്രം 3/2/2013 376(2)I is incorporated. Rape committed on a woman under 16 years. അവിടെ നമുക്ക് prosecution shall prove the exact aspect that the victim below 16 years. Then only 376(2)I is applicable. So in that case, Alex case, the prosecution is miserably failed to prove that the victim in the age categorization below 16 years. ആ 0 to 16 എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് in that ruling the Honorable High Court acquitted the accused under section 5F. അവിടെ ആ അധ്യാപകൻ, ആ പറയുന്ന ഒരു അധ്യാപകനായിരുന്നു പ്രതി, ആ അധ്യാപകൻ ആ സ്കൂളിലെ അധ്യാപകനായിരുന്നു, 5Fനെ സംബന്ധിച്ചൊക്കെ ആയിരുന്നു. ഏതായാലും ഈ 376(2)I അവിടെ ആപ്ലിക്കബിൾ ആക്കിയില്ല, കാരണം 376(2)ല് ബിലോ 16 ആയിട്ട് പ്രൂവ് ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിവേ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദി കേസസ് ഇറ്റ് ഈസ് ദ duty and burden of the prosecution to establish the fact that either the victim in between 0 to 12 or in between 12 and 16 or in between 16 and 18. Otherwise, the corresponding sections has no applicability to in the case of POCSO Act. So, age proof എന്ന് പറയുന്നത് പോക്സോ നിയമത്തിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട, പ്രൂവ് ചെയ്യേണ്ട ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഇതേ സമയം തന്നെ നോർമലി ദ ഡിഫൻസിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി അറിയാം. എന്താണ്? ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിലിറ്റി ഓഫ് പോക്സോ ഇതിൻ്റെ അകത്തില്ല. കാരണം 18 വയസ്സിന് മുകളിലാണ്. ഓൺ ദ ഡേറ്റ് ഓഫ് ഒക്കറൻസ്, ബൈ കൺസിഡറിംഗ് ദി ഡേറ്റ് ഓഫ് ഒക്കറൻസ് ആൻഡ് ദ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ എപ്പോഴും ഡിഫൻസിന്റെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പോക്സോ ആക്ട് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ദ വിക്ടിം ഏജ്ഡ് ആൻഡ് മോർ ദാൻ 18 years, നോട്ട് അറ്റൈൻഡ് 18 അല്ല, 18 കംപ്ലീറ്റ് ചെയ്തു അല്ല 18-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന നിലയിലേക്കാണ് ഡിഫൻസ് എപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, ഇവിടെ ഒരു 17.5 അല്ലെങ്കിൽ എബോവ് 17 ഒക്കെ, അല്ലെങ്കിൽ നോട്ട് ബിലോ ഇൻ ബിറ്റ്വീൻ 17 and 18 ആണെങ്കിൽ ഇവിടെ നമ്മൾ എക്സാക്ട് ഏജ് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് 17-നും 18-നും ഇടയ്ക്ക് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ, എബോവ് 18 എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് പോക്സോ നിയമത്തിന്റെ ആപ്ലിക്കബിലിറ്റി ഇല്ല. IPC-യിൽ ഏതെങ്കിലും തരം അവിടെ വരുന്ന ഒരു പ്രശ്നം പലപ്പോഴും ഈ 57-ൽ വരുന്ന കേസുകളിൽ മിസ്സിംഗ് പേഴ്സൺസിനെ സംബന്ധിച്ച് വരുന്ന, അല്ലെങ്കിൽ ഈ ലവേഴ്സ് വരുന്ന കേസുകളിലൊക്കെ പലപ്പോഴും ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ സമൂഹത്തോടു കൂടിയുള്ള ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ 90 IPC ഒക്കെ വർക്കൗട്ടായി വരുന്ന കേസുകളിൽ 18-ന്റെ മുകളിലേക്കാണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ കൺസെന്റിന്റെ എലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോക്സോ ഇല്ല എന്ന് മാത്രമല്ല
IPCയുടെ ലെവലിലേക്കും നമുക്ക് കൺവിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത വലിയൊരു അപകടം എന്നുള്ള നിലയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ട്. പക്ഷെ അവിടെ രക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിഫൻസിന്റെ കേസുകളിൽ ഡിഫൻസിന് അത് വലിയ രക്ഷയായി മാറുന്നു എന്നുള്ളൊരു സംഗതിയും നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഇവിടെ ഈ നമ്മുടെ ഡേവിഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞിട്ട് ആ ഡിസിഷന്റെ കാര്യത്തിലേക്ക് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുകയാണ്. The expression burden of proof is understood distinctly as legal burden and evidential burden. Legal burden in the context of a criminal trial is the burden of establishing the bundle of facts constituting the guilt of the accused, and evidential burden is that context is the burden of proving the existence or non-existence of one or more of facts or facts in issue. ഇതാണ് അതിൻ്റെ അകത്ത് പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. So that David versus State of Kerala is very clear, and that dictum is also very clear. It is obligatory for the prosecution to make available before the court the evidence sufficient for proceeding against the accused, and Section 29 of the Act does not absolve the prosecution from the said obligation, and if evidence sufficient for proceeding against the accused are not made available, the accused is entitled to be discharged. അപ്പൊ ഇത് നമുക്ക് നിർബന്ധമായി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ലീഗൽ ബർഡനും അതുപോലെ എവിഡൻഷ്യൽ ബർഡനും ഡിസ്റ്റിങ്വിഷ് ചെയ്യപ്പെടണം. ഈ 2 കാര്യങ്ങളിലും വളരെ കൃത്യമാണ്. അതുപോലെ നമ്മുടെ അലക്സ് PV വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലും വളരെ കൃത്യമായി ജർണൽ സിംഗ് ഫോളോ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഞാൻ അതിന്റെ മറ്റൊരു സാഹചര്യത്തിൽ സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നമുക്ക് വീണ്ടും സെക്ഷൻ 3C അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. പക്ഷെ ഇതിലും ഈ പറയുന്ന നിലയിൽ ഏജ് പ്രൂഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യം കൂടി പ്രൂഫ് ഓഫ് ഏജ് സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ held is vital in a case under the Act. Lack of evidence as to age of victim is a serious lapse on the part of prosecution, and the same makes charges under POCSO Act and under Section 376(2)(I) IPC is unsustainable. ഇവിടെ സംഭവിച്ചത് തിരുമാറാടി എന്ന് പറയുന്ന സ്കൂളില് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോൾ ആ മെഡിക്കൽ ക്യാമ്പിൽ ഒരു കുട്ടി പങ്കെടുത്ത് തനിക്കുണ്ടായിട്ടുള്ള അനുഭവത്തെ സംബന്ധിച്ച് ഡോക്ടറോട് വെളിപ്പെടുത്തിയതിന് ശേഷം കൂത്താട്ടുകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അകത്ത് വളരെ കൃത്യമായി അവിടെ പോലീസിന്റെ ഭാഗത്ത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നും no single scrap of paper produced before the POCSO court Ernakulam to prove the age of the victim. The only evidence before the court is when the victim is examined before the POCSO court, when the judge asked with respect to the age of the victim. അത് ഓവർ ദെയർ ആണ്. അവിടെ ഈ കുട്ടിയെ സംബന്ധിച്ച് വിസ്തരിക്കുന്ന സമയം ഒരു maybe to test the competency of the victim. ആ സാഹചര്യത്തിൽ എനിക്ക് ഇത്ര വയസ്സായി എന്ന് പറയുന്ന കാര്യം അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ whether that portion of the statement, whether can it be treated as an incriminating evidence or can it be treated as an evidence to prove the age of the victim? അതാണ് കോടതി ഡിസ്കസ് ചെയ്തത്. അത് ഒരിക്കലും എവിഡൻസ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. അത് വേർഡേറിൽ വരുന്ന സംഗതിയാണ്. അതുകൊണ്ട് അത് എവിഡൻസ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കുകയില്ല. So in that particular case, the prosecution is miserably failed to prove the age of the victim. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? പോക്സോ ഒഫൻസുകളെ അക്യൂറ്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അവിടെ പോക്സോ IPCയിൽ കൺവിക്ട് ചെയ്യുകയും പോക്സോയിൽ അക്യൂറ്റ് ചെയ്യുകയും ചെയ്തു. സന്തോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ അവിടെയൊക്കെ ഫോളോ ചെയ്തിരിക്കുന്നത് ജർണൽ സിംഗ് കേസിന്റെ ഡിസിഷനാണ്. അപ്പൊ അതുകൊണ്ടും ഈ രീതിയിൽ വളരെ പ്രമാദമായതും അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള ഡിസിഷനാണ് ജർണൽ സിംഗ് കേസ്. ഇനി അവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റൊരു ഡിസിഷനിൽ പറയുന്നത് രാജൻ KC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇറ്റ്സ് എ സുപ്രീം കോർട്ട് ഡിസിഷൻ. രാജൻ KC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2021 Part 4 KLT 274. The rigorous notices of the requirement of extract of school register to be from the school first attended. So that Rajan KC, that's also a Supreme Court decision, Rajan KC versus State of Kerala, 2021 Part 4 KLT 274. The rigorous notice is of the requirement of extract of school register to be from the school first attended. അത് തന്നെയാണ് ജർണൽ സിംഗ് കേസിന്റെ അകത്ത് പറയുന്നത്. In another case, Shashi versus State of Kerala. Shashi versus State of Kerala, 2020
Criminal Law Journal 2473, Shashi versus State of Kerala. Not produced the age certificate, not അവിടെ സംഭവിച്ച ഒരു കാര്യം, ശശി versus സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഇവിടെ സംഭവിച്ചത് കുട്ടി സ്കൂളിലേ പോയിട്ടില്ല. അതുകൊണ്ട് സ്കൂളിൽ പോകാത്തതുകൊണ്ടാണ് ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ഏജ് ഹാജരാക്കാൻ സാധിക്കാത്തത് എന്ന് പ്രോസിക്യൂഷൻ വളരെ ദയനീയമായ നിലയിൽ കോടതിയിൽ പറയുകയാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് സ്കൂളിൽ പോയിട്ടില്ല എങ്കിൽ 94(2) പറയുന്നതനുസരിച്ച് we should conduct, or the prosecution should conduct the ossification test or the forensic examination as per the provisions of law. അപ്പൊ അതനുസരിച്ച് അതുപോലും അവിടെ കണ്ടക്ട് ചെയ്തില്ല. അതുകൊണ്ട് the prosecution was miserably failed to prove the age of the victim. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജൻ കേസി versus സ്റ്റേറ്റ് ഓഫ് കേരളയിലും അതുപോലെ പിന്നീട് ഇപ്പോൾ പറഞ്ഞ ശശി versus സ്റ്റേറ്റ് ഓഫ് കേരളയിലും ഒക്കെ ജർണൽ സിംഗിന്റെ അതേ ഡിസിഷൻ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഇനി ഇവിടെ റേഡിയോളജിക്കൽ എക്സാമിനേഷൻ, ഇവിടെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. റേഡിയോളജിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫോറൻസിക് എക്സാമിനേഷനെ സംബന്ധിച്ച് നമുക്ക് 94 പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ഒന്നും ലഭിക്കുന്നില്ല. അവിടെ ഒന്നിലും രണ്ടിലും പറയുന്ന കാര്യങ്ങളില്ല. നമുക്ക് സ്കൂളിൽ പോയിട്ടില്ല കുട്ടി, പക്ഷെ ഏജ് പ്രൂവ് ചെയ്യണം. അവിടെ റേഡിയോളജിക്കൽ എക്സാമിനേഷൻ നടത്തിയാലും അവിടെ ഒരു ഡിസിഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പറയുന്നത് ജയമാല versus ഹോം സെക്രട്ടറി, ജയമാല versus ഹോം സെക്രട്ടറി AR 1982 സുപ്രീം കോർട്ട് 1297, ജയമാല versus ഹോം സെക്രട്ടറി AR 1982 സുപ്രീം കോർട്ട് 1297. The Honorable Apex Court held that margin of error in age ascertained by radiological examination is 2 years on either side. അപ്പൊ അവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നു. ഇപ്പൊ 17 വയസ്സാണ്, അവിടെ എസ്റ്റിമേഷൻ ഓഫ് ഏജ് ആണ് ചിലപ്പോൾ മിക്കവാറും സംഭവിക്കുന്നത്. അവിടെ എസ്റ്റിമേഷൻ ഓഫ് ഏജ് മാത്രമാണ് നടത്തുന്നത്. ഇപ്പോ ഒരു മർഡർ കേസിൽ നമ്മൾ എപ്പോഴും ഒരു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ടൈം ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ബേസ്ഡ് ഓൺ ദി ഫൈൻഡിങ്സ് ഇൻ ദി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓർ ദി ആന്റിമോർട്ടം ഇഞ്ചുറീസ് ഓർ ദി പോസ്റ്റ്മോർട്ടം ഇഞ്ചുറീസ് ഓർ ദി ബൈ അനലൈസിംഗ് ദി ആ ബോഡിയെ സംബന്ധിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മറ്റ് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ടൈം ഓഫ് ഡെത്തിനെ സംബന്ധിച്ച് പോലീസ് സർജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ ഇവിടെ റേഡിയോളജിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏജിനെ സംബന്ധിച്ച് 2 വയസ്സ് താഴേക്കും 2 വയസ്സ് മുകളിലേക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് 17 വയസ്സാണ് എസ്റ്റിമേഷൻ ഓഫ് ഏജ് എങ്കിൽ 17 2 19 പോകാം, അല്ലെങ്കിൽ 17 - 2 15 പോകാം. അപ്പൊ ഇവിടെ ജയമാല versus ഹോം സെക്രട്ടറി കേസിന്റെ അകത്ത് പറയുന്നത് അനുസരിച്ചും അവിടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചും ഡിഫൻസിനെ സംബന്ധിച്ചും അനുകൂലമായ ഘടകങ്ങൾ ഈ റേഡിയോളജിക്കൽ എക്സാമിനേഷനിൽ അല്ലെങ്കിൽ ഫോറൻസിക് എക്സാമിനേഷനിൽ നടക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ ഡിസിഷൻ കൂടി പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് റേഡിയോളജിക്കൽ എക്സാമിനേഷൻ ഇവിടെ പ്രസക്തമാവുകയാണ്. അവിടെ 2 വയസ്സ് മുന്നോട്ടും 2 വയസ്സ് താഴേക്കും അവിടെ കണക്ക് കൂട്ടേണ്ടി വരുന്നു. ഇനി അവിടെ വരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എസ്റ്റിമേഷൻ, ഞാൻ ഈ പ്രൂഫ് ഓഫ് ഏജിനെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫിക്സേഷൻ ഓഫ് മെന്റൽ ഏജ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ബയോളജിക്കൽ, നമുക്കറിയാം സാധാരണഗതിയിൽ നമുക്ക് ബയോളജിക്കൽ ഏജ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിക്സേഷൻ ഓഫ് മെന്റൽ ഏജ് ഓൾസോ. അതിനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വന്നത് മഞ്ജുള കൃപേന്ദർ versus സ്റ്റേറ്റ്, മഞ്ജുള കൃപേന്ദർ versus സ്റ്റേറ്റ്, ഗവൺമെന്റ് ഓഫ് NCT ഡൽഹി ആൻഡ് അതേഴ്സ്, AR 2017 സുപ്രീം കോർട്ട്, AR 2017 സുപ്രീം കോർട്ട് 3457, AR 2017 സുപ്രീം കോർട്ട് 3457. Question before the Honorable Apex Court: any person below 18 can be extended to include the person below the mental age of 18. The question before the Honorable Apex Court is: any person below 18 can be extended to include the person below the mental age of 18. ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയുമോ? ഇവിടെ സംഭവിച്ചത് ബയോളജിക്കൽ ഏജ് 38, ബയോളജിക്കൽ ഏജ് 38. ഇവിടെ മെന്റൽ ഏജ് ഫിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഏജ് എന്ന് പറയുന്നത് 60, വെറും 6 ആണ് ഈ കേസിൽ. അപ്പൊ ഇവിടെ ബയോളജിക്കൽ ഏജ് 38ഉം മെന്റൽ ഏജ് ഫിക്സ് ചെയ്തപ്പോ 6ഉം വന്ന ഒരു പെൺകുട്ടിയെ ഒരു ചൈൽഡായിട്ട് പരിഗണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചത്.
The Honorable Apex Court held that cannot include him as a child. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവിടെ ബയോളജിക്കൽ ഏജിനെ സംബന്ധിച്ചും മെന്റൽ ഏജിനെ സംബന്ധിച്ചും നമ്മൾ എപ്പോഴും വരുമ്പോൾ, കാരണം ഇൻകപ്പാസിറ്റി ഉള്ള കുട്ടികൾ വരുന്നത്, ബിലോ ആവറേജ് കുട്ടികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻകപ്പാസിറ്റി ഉള്ള കുട്ടികൾ വരുന്നത്, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഉള്ള കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസെയിൻ പേഴ്സൺസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മെന്റൽ ഏജ് ഫിക്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജ് ഫിക്സ് ചെയ്യുമ്പോഴും ഈ പറയുന്ന നിലയിൽ അവിടെ ബയോളജിക്കൽ ഏജ് ഒരുപക്ഷെ 48 നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കണക്കാക്കുമ്പോൾ അങ്ങനെ വന്നാൽ പോലും മെന്റൽ ഏജ് ഫിക്സ് ചെയ്ത് വരുമ്പോൾ അവിടെ 6 അല്ലെങ്കിൽ അതിന് 18 താഴെയാണെന്ന് കണക്കുകൊണ്ട് മാത്രം അതൊരു ചൈൽഡായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് ഇവിടെ ഈ ഡിസിഷനിൽ പറയുന്നത്. അപ്പൊ മഞ്ജുള കൃപേന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് NCT ഡൽഹി ആൻഡ് അതേഴ്സ് AR 2017 SC നമ്പർ 3457 AR 2017 Supreme Court 3457 also placed before you for your notice. അപ്പൊ ഇവിടെ ഇത്രയുമാണ് എനിക്ക് ഏജ് ഡിറ്റർമിനേഷനെ സംബന്ധിച്ചും പ്രൂഫ് ഓഫ് ഏജിനെ സംബന്ധിച്ചും എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ഡിസിഷനിൽ വളരെ കൃത്യമായി എല്ലാം പറയുന്ന കാര്യം പ്രൂഫ് ഓഫ് ഏജിനെ സംബന്ധിച്ച് തന്നെയാണ്. അത് വളരെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചും ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ സാഹചര്യത്തിലും പ്രോസിക്യൂഷൻ ഫെയിലിയർ ആകുന്ന സമയം ഡിഫൻസ് അതിന്റെ ഗുണഭോക്താക്കളാകുന്നു. അതുപോലെ തന്നെ അത് തന്നെ 12 താഴെയും 12 16 ഇടയ്ക്കും 16 മുകളിലും എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. ഇവിടെ ഡെഫ് ആൻഡ് ഡെമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഡിസിഷൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവാം. അതിനെ സംബന്ധിച്ചൊരു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ, അലക് അലോക് ശ്രീവാസ്തവ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അലക് അലോക് ശ്രീവാസ്തവ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പോക്സോ നിയമം ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പോക്സോ നിയമത്തിൽ ഈ അലക് അലോക് ശ്രീവാസ്തവ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നു ഇറ്റ്സ് എ ജെൻഡർ ന്യൂട്രൽ പ്രൊവിഷൻസ്. ഓൾമോസ്റ്റ് all sections under POCSO Act are gender neutral provisions. അപ്പൊ ജെൻഡർ സ്പെസിഫിക് നമുക്കറിയാം, ജെൻഡർ സ്പെസിഫിക് 375 പറയുന്ന ജെൻഡർ സ്പെസിഫിക് പ്രൊവിഷൻ ആണ്. എന്നാൽ പോക്സോ നിയമത്തിലെ ഒഫൻസുകളല്ല. ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ ആമുഖമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം, whether all the provisions under POCSO Act are cognizable or non-cognizable. Nowhere it is stated in POCSO Act, the offense under POCSO Act are, all offenses under POCSO Act are cognizable or non-cognizable. According to me, and also the provision under section 19(1) and 19(2). 19(1) with respect to 19(1) reporting of an offense. 19 രണ്ട് പാർട്ടാണ്, 19(1) and 19(2). 19(1) when an information with respect to a POCSO offense, അവിടെ എന്താണ് പറയുന്നത്? ഇപ്പോൾ നടക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ സാധ്യതയുള്ളതുമായ ഒരു പോക്സോ നിയമത്തിൽ ഒരു ഒഫൻസിനെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ shall intimate or inform to the local police or the special police unit. It's a duty cast upon all the stakeholders. It's a duty cast upon all citizens. It's a duty cast upon. So that 19(2), what does it says? 19(2) എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു വിവരത്തെ സംബന്ധിച്ച് ലഭിക്കുക ലോക്കൽ പോലീസ് യൂണിറ്റ് ഓർ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് ലഭിക്കുകയാണെങ്കിൽ that police unit, local police or special police unit shall register. ഇവിടെ നമുക്ക് ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് UP ആൻഡ് അതേഴ്സ് ഉണ്ട്. അവിടെ കോഗ്നിസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ the only option available to the officer in charge or the station house officer shall register an FIR, then and there. No other option. Not to test the quality of the information, not to test the credibility of the information. That is what the Honorable Supreme Court in that constitutional bench, ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് UP ആൻഡ് അതേഴ്സ്. അപ്പൊ അതനുസരിച്ച് അതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ 19(1) പ്രകാരം കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ 19(2) പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇത് 19(1) പ്രകാരം കൊടുക്കാത്ത അല്ലെങ്കിൽ 19(1) പ്രകാരം ഇൻഫർമേഷൻ പാസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 21 ഈസ് ആപ്ലിക്കബിൾ. സെക്ഷൻ 21 ആണ് അതിന്റെ പണിഷബിൾ സെക്ഷൻ. Then 19(2) പ്രകാരം അത് ആ ഇൻഫർമേഷൻ ലഭിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാത്തയാൾ ഓൾസോ that person is also liable to be prosecuted under section 21 of the POCSO Act. So the disobedience of the provisions of section 19(1) and 19(2), a prosecution can be initiated or opted under section 21.
So the violation or the disobedience of section 19(1) and 19(2), section 21 is applicable. ഇവിടെ ഈ രീതിയിൽ സെക്ഷൻ 21 ആപ്ലിക്കബിൾ ആയി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇൻഫർമേഷനെ സംബന്ധിച്ചാണ് പ്രധാനം. ഇപ്പൊ 19 എന്ന് പറയുന്ന അല്ലെ 19(1)ലും 19(2)ലും കൊടുക്കുന്ന ഇൻഫർമേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലഭിക്കുന്ന ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാതെ ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കുന്ന ആളുകളെ 21 പ്രകാരം, അതുപോലെ 19(1)നും 19(2) ഇവിടെ നമ്മൾ ആപ്ലിക്കബിലിറ്റി പറഞ്ഞു. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫ് ആൻഡ് ഡബ് വിറ്റ്നസസ്, നമുക്കറിയാം സൈൻ ലാംഗ്വേജ് മസ്റ്റ് ബി റെക്കോർഡഡ് ത്രൂ ഇന്റർപ്രിറ്റേഴ്സ് ദാറ്റ് വിൽ ഇൻസ്പയർഡ് കോൺഫിഡൻസ്. അപ്പൊ ഇവിടെ അലക് അലോക് ശ്രീവാസ്തവ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അവിടെ പോക്സോ ആക്ട് ജനറൽ ന്യൂട്രൽ ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെഫ് ആൻഡ് ഡെബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഫ് ആൻഡ് ഡെബിന്റെ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്ന സാഹചര്യത്തിൽ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഡെഫ് ആൻഡ് ഡെബ് വിറ്റ്നസ് must be recorded as per the provisions of law in the presence of a special educator or a person having requisite knowledge, either with the presence of a person having the required knowledge. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. ഏതായാലും നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ദെൻ സെക്ഷൽ അസോൾട്ട് ആൻഡ് സെക്ഷൽ ഹറാസ്മെന്റ്. സെക്ഷൽ അസോൾട്ട് നമുക്കറിയാം സെക്ഷൻ 7 and 8 പോക്സോ നിയമത്തിൽ പറയുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ് സെക്ഷൻ 11 and 12. ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നു. ഇവിടെ നമ്മൾ ഈ അടുത്ത നാളുകളിൽ നമ്മൾ വളരെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡിസിഷനാണ്, നമുക്കറിയാം ബോംബെ ഹൈക്കോടതിയുടെ ഒരു ഡിസിഷൻ. അതായത് അവിടെ വന്ന ഒരു കാര്യം, ഗ്രോപ്പിംഗ് ചൈൽഡ് വിത്തൗട്ട് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ ഹൈക്കോടതിയുടെ ഒരു ഡിസിഷൻ, act of groping a child's breast without any skin to skin contact and sexual intent is not a sexual assault under POCSO. എന്താണ് ശരിക്കും സെക്ഷൻ 7 പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം? നമുക്കറിയാം there are 5 areas in section 7. അവിടെ സെക്ഷൻ 7 സംബന്ധിച്ചിടത്തോളം whoever with sexual intent touches vagina, penis, anus, urethra, vagina, penis, anus, breast, and also that penis is also there. Vagina, penis, anus, breast of the child. ഇവിടെ any person or whoever, male or female, നമ്മൾ നേരത്തെ ജനറൽ ന്യൂട്രൽ പ്രൊവിഷനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെ whoever ആണ് സെക്ഷൻ 7 ആപ്ലിക്കബിൾ ആയി വരുന്നത്. അപ്പൊ whoever with sexual intent touches the vagina, penis, anus or breast of the child or makes the child to touch the vagina. അപ്പൊ ഇവിടെ നമ്മൾ പോക്സോ നിയമത്തിലെ എല്ലാ ഒഫൻസുകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട 3 ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, പ്രതി തന്നെ ഈ പറയുന്ന സെക്ഷൽ ഒഫൻസ് ചെയ്യുന്നു. രണ്ടാമത് എന്താണ് നടക്കുന്നത് ഇവിടെ പ്രതിയെ ചെയ്യുന്നതിന് വേണ്ടി വ്യക്തിമിനെ കൊണ്ട് ചെയ്യിക്കുന്നു. സോ ദി തേർഡ് സിറ്റുവേഷൻ ഈസ് എന്താണ്? അവിടെ മൂന്നാമത് ചെയ്യിക്കുന്ന പ്രവൃത്തി എന്താണ്? ഈ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളെ കൊണ്ട്, അതായത് does any other act with sexual intent which involves a physical contact with child touches the vagina of such a person or any other person എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. അപ്പൊ പ്രതി തന്നെ ചെയ്യുന്നു, വിക്ടിമിനോട് പ്രതിയെ കണ്ട് ചെയ്യിക്കുന്നു. thereafter ഒരുപക്ഷെ പ്രതിയുടെ നിർദ്ദേശപ്രകാരമാകാം ഈ വിക്ടിം മറ്റൊരാളെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിമിനെ മറ്റൊരാൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെക്ഷൻ 7 പറയുന്ന പ്രധാനപ്പെട്ട സംഗതി 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് സെക്ഷൽ ഇന്റൻഷൻ. ഈ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് സെക്ഷൽ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ വജീന, യൂറിത്ര, ആനസ്, ബ്രസ്റ്റ് ഓർ പെനിസ് മാത്രമാണോ? അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഈ പറയുന്ന ഭാഗങ്ങൾ, ഈ 5 ഭാഗങ്ങൾ മാത്രമാണോ ഇവിടെ ആ 5 ഭാഗങ്ങൾ ചെയ്യുന്ന ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് സെക്ഷൽ ഇന്റൻഷൻ മാത്രമാണോ കുറ്റകരമായിട്ടുള്ളത്? ഇവിടെ ഡസ് എനി അതർ ആക്ട് ഓൺ ദ ബോഡി, ആ ഡസ് എനി അതർ ആക്ട് എന്ന് പറയുന്ന എക്സ്റ്റെന്റ് എന്താണ് എന്നുള്ളതാണ്. ഇനി ഇവിടെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു ബോംബെ ഹൈക്കോടതിയുടെ വിധി, ദ ആക്ട് ഓഫ് ഗ്രോപ്പിംഗ് എ ചൈൽഡ്സ് ബ്രസ്റ്റ് വിത്തൗട്ട് എനി സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. അപ്പൊ ഇവിടെ
എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ കേസിൽ വിത്തൗട്ട് റിമൂവിങ് ദ ടോപ്പ് ഓഫ് എ ബ്രേസിയർ, ആ രീതിക്കനുസരിച്ച് ആ ബ്രേസിയറിന്റെ മുകളിലൂടെയുള്ള ഒരു സ്പർശനത്തിലാണ് ഇവിടെ ബോംബെ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് പുഷ്പയുടെ വിധിക്കകത്ത് പറയുന്നത് ആ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് സെക്ഷൻ 7 ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഫിസിക്കൽ കോണ്ടാക്ട് വിത്തൗട്ട് പെനട്രേഷൻ അവിടെ സെക്ഷൻ 354 ആപ്ലിക്കബിലിറ്റി പറഞ്ഞ് സെക്ഷൻ 354 ഈ പറയുന്ന ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നത്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ടേക്ക് അപ്പ് ദി മാറ്റർ ബിഫോർ ദി ഓണറബിൾ സുപ്രീം കോർട്ട്. അങ്ങനെയാണ് ആ ഡിസിഷൻ വന്നത്. അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ 2021 പാർട്ട് 4 SCC 712. Attorney General for India versus Satish and another 2021 Part 4 Supreme Court cases, page number 712. In that decision, Supreme Court asserted that High Court had fallen into grave error and set aside the judgment appealed by Attorney General of India. Adile prosecution would not prove skin to skin contact. It's an absurd interpretation of Bombay High Court. Section 7 is meant to cover both direct and indirect touch. Narrow interpretation would defeat object of POCSO Act. Touching the sexual or non-sexual parts of body, a child with the gloves, condoms, sheets, clothes, amount to offense. അതിന് സംഭവിച്ചത് നമുക്കറിയാം. സുപ്രീം കോർട്ട് കൊളീജിയം withdraw the proposal of confirmation of Bombay High Court judge. അപ്പൊ ഇവിടെ ഈ രീതിയിൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൽ മാത്രമേ സെക്ഷൻ 7 ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞാലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പൊ നമുക്കറിയാം, ഒരു റേപ്പ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രതിയെ സംബന്ധിച്ച് സപ്പോസ് ഇഫ് ഹി യൂസസ് കോണ്ടംസ് ഓർ എ ഗ്ലൗസ്, ഇപ്പൊ നമുക്കറിയാം 376 ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് 375B ഈ ഇൻസേർട്ട് ബോഡി പാർട്ട് ഓർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു സംഗതികൾ ഇട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് അത് ആപ്ലിക്കബിൾ അല്ലാതായി വരുന്നു, അല്ലെങ്കിൽ അത് റേപ്പ് അല്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു, ടച്ചിങ് ദ സെക്ഷൽ ഓർ നോൺ സെക്ഷൽ പാർട്സ് ഓർ പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് എ ചൈൽഡ് വിത്ത് ഗ്ലൗസ്, കോണ്ടംസ്, ഷീറ്റ്സ്, ക്ലോത്ത്സ് എമൗണ്ട് ടു ഒഫൻസ്. അപ്പൊ സെക്ഷൻ 7 സംബന്ധിച്ച് വളരെ കൃത്യമായി വിഖ്യാതമായിട്ടുള്ള ഡിസിഷൻ വളരെ പ്രധാനമാണ്. അറ്റോർണി ജനറൽ ഫോർ ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ വേഴ്സസ് 2021 പാർട്ട് 4 സുപ്രീം കോർട്ട്, പേജ് നമ്പർ 712. അതിനെ സംബന്ധിച്ച് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ വന്നത് ഇസ്മായിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2019 കേരള ഹൈക്കോർട്ട് കേസസ്, പേജ് നമ്പർ 651. ഇസ്മായിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2019 കേരള ഹൈക്കോർട്ട് കേസസ്, പേജ് നമ്പർ 651. അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ട സെക്ഷൻ 7, 8, 11 and 12. അപ്പൊ 7 and 8 നമ്മൾ പറഞ്ഞു, വജേന, യൂറിത്ര, ആനസ്, പെനിസ്, ബ്രസ്റ്റ്, ഈ 5 ഭാഗങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സെക്ഷൽ ഇന്റൻഷനോട് കൂടി ഒരു കുട്ടിയുടെ ശരീരത്തിൽ എവിടെ സ്പർശിക്കുന്നു, അവിടെ ഡസ് എനി അതർ ആക്ട് എന്ന് പറയുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ മറ്റൊരു ഡിസിഷൻ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു 9 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി കിടന്നുറങ്ങുന്നു. ആ കുട്ടി കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പെട്ടെന്ന് ആ കുട്ടിയുടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ തൻ്റെ മുത്തശ്ശൻ ആ കുട്ടിയുടെ അടുത്ത് ഒരു അർത്ഥനഗ്നനായി ഒരു തോർത്ത് മുണ്ട് മാത്രം ഉടുത്ത് ആ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നു. അപ്പൊ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് കരഞ്ഞ് ബഹളം വെച്ച് എന്തായിട്ടാണെങ്കിൽ അത് പോലീസ് കേസായി. അപ്പൊ ആ കേസിന്റെ അകത്തെ കുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, there are other instances with respect to sexual assault on previous occasions. ആ സമയത്തൊക്കെ ചില സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുണ്ടായി. അപ്പൊ ഇവിടെ ഈ പറയുന്ന കുട്ടി ഞെട്ടി എഴുന്നേറ്റപ്പോ താൻ ധരിച്ചിരുന്ന അണ്ടർ ഗാർമെന്റ് കുട്ടിയുടെ മുട്ടിന്റെ ഭാഗത്ത് വരെ ഇറക്കി വെച്ചതായിട്ട് ആ കുട്ടി കാണുന്നു എന്നാണ് ആ കേസിന്റെ അകത്ത് പറഞ്ഞത്. ആ കേസിന്റെ അകത്ത് പറയുന്നതനുസരിച്ച് ഇവിടെ ഡസ് എനി അതർ ആക്ട് ഓൺ ദി ബോഡി ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക്
അവിടെ മുന്നേ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വെച്ച് കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമതുണ്ടായ ഈ സംഭവത്തെ സംബന്ധിച്ച് കൂട്ടി വായിച്ചപ്പോ അത് ജസ്റ്റ് എനി അതർ ആക്ട് ഓൺ ദി ബോഡി എന്ന് പറയുന്ന കാര്യത്തിൽ ആ മുത്തശ്ശനെ ഇവിടെ ഒരു കാര്യം ഉള്ളത്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദാറ്റ് അക്യൂസ്ഡ് പേഴ്സൺ ടു ഓഫർ എക്സ്പ്ലനേഷൻ. ആ അസമയത്ത് തന്റെ കൊച്ചുമകളുടെ മുറിയിൽ ആ അസമയത്ത് അർത്ഥനഗ്നനായി ആ ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്ത് ആ ആള് ആ സമീപത്ത് നിന്നതിനെ സംബന്ധിച്ച് അയാൾ ആവശ്യമായ നിലയിൽ അതിനെ സംബന്ധിച്ചൊരു മൊഴിയിൽ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കോടതി 330 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഓഫർ എക്സ്പ്ലനേഷൻ. അവിടെ ഉണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് അയാൾ എക്സ്പ്ലനേഷൻ ഓഫർ ചെയ്തില്ല എങ്കിൽ അതൊരു ഇൻക്രിമിനേറ്റിംഗ് ആസ്പെക്ട് ആയി പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കേസിന്റെ ഡിസിഷനിൽ പറയുകയുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഡസ് എനി അതർ ആക്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് മാത്രമല്ല, നമ്മൾ വെൻ വി അനലൈസ് ദ ഫാക്ച്വൽ സിറ്റുവേഷൻ, വെൻ വി അനലൈസ് ദ ഫാക്ച്വൽ സിനോറിയോ വിത്ത് റെസ്പെക്ട് ടു എ സെക്ഷൽ അസോൾട്ട്, അപ്പൊ ഇവിടെ ഡസ് എനി അതർ ആക്ട് ഓൺ ദി ബോഡി, അപ്പൊ അവിടെ ഡയറക്റ്റ് ആയി 5 ഭാഗങ്ങളിലുള്ള ഫിസിക്കൽ കോണ്ടാക്ട് ഒഴിച്ച് അത് മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു കുട്ടിയുടെ ശരീരത്തിലുള്ള ആ ഡസ് എനി അതർ ആക്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഉൾപ്പെട്ട് വന്നേക്കാവുന്ന ഏതൊരു സാഹചര്യവും അത് ആ ഫാക്ച്വൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിനകത്താണ് നമ്മൾ ഈ ഇസ്മയിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഭാര്യയും ഭർത്താവും അവർ കല്യാണം കഴിച്ച് ഒരു 3.5 വയസ്സുള്ള മകളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടു, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുമായി കാണുന്നതിന് സാധിക്കുന്നില്ല, ഭർത്താവിനെ ഒഴിവാക്കി. സ്വാഭാവികമായും ഭാര്യ മറ്റൊരു കാമുകനുമായി കറങ്ങി നടക്കുന്നു. കാമുകനുമായി കറങ്ങി നടക്കുന്നത് ഒരു കാറിലാണ്. കാറിൽ കറങ്ങി നടക്കുമ്പോൾ ഒരു 3.5 വയസ്സുള്ള കുട്ടി, അവരുടെ 3.5 വയസ്സുള്ള കുട്ടിയും അവരോടൊപ്പം സഞ്ചരിക്കുന്നു. പലപ്പോഴും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവർ കാറിനകത്ത് വെച്ച് ശാരീരികമായി ബന്ധപ്പെടുന്നു. ഈ ശാരീരികമായി ബന്ധപ്പെടുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഈ ശാരീരികമായി ബന്ധപ്പെടുന്നത് ഈ കുട്ടിയുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്ന ഈ കേസിന്റെ അകത്ത് ഡിസ്കസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സെക്ഷൽ അസോൾട്ട് അണ്ടർ സെക്ഷൻ 7 and 8 ആൻഡ് ഓൾസോ ദ സെക്ഷൽ ഹരാസ്മെന്റ് അണ്ടർ സെക്ഷൻ 11 and 12. ഇത് 2 കൂടിയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് സെക്ഷൽ അസോൾട്ട് ഒഫൻസ് ഈസ് ദേർ. ഇവിടെ ഇവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം, കാറിനകത്ത് വെച്ച് ബന്ധപ്പെട്ടതിന് ശേഷം ഈ 3.5 വയസ്സുള്ള കുട്ടിയെ ഈ കാമുകൻ, ഈ അമ്മയുടെ കാമുകൻ, ഈ കാറിനകത്തുള്ള ഈ അമ്മയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ഈ കാമുകനെ സംബന്ധിച്ച് ഈ കുട്ടിയെ ഹഗ് ചെയ്യുന്നു. ഈ ഹഗ് ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ച് കൃത്യമായി ഈ പറയുന്ന കേസിന്റെ അകത്ത് വന്നിട്ടുണ്ട്. വെദർ ഇറ്റ് വിൽ അമൗണ്ട് ടു സെക്ഷൻ 7 and 8 or sexual assault, physical contact with the sexual intention, whether the 2 ingredients are there in or not. ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിയുടെ അച്ഛൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും. ലോക്കൽ പോലീസ് കേസെടുത്തില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നു. ജില്ലാ പോലീസ് മേധാവി പരാതി എടുത്തില്ല. ബഹുമാനപ്പെട്ട പോക്സോ കോടതിയിൽ പരാതി കൊടുക്കുന്നു. പോക്സോ കോടതിയും ഇതിനോട്ട് എൻക്വയറി ഒക്കെ നടത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ നോ ഒഫൻസ് അട്രാക്റ്റഡ്. അതുകൊണ്ട് കോടതി അത് ഡിസ്മിസ് ചെയ്തു. ആ ഡിസ്മിസ് ചെയ്ത ഉത്തരവിനെതിരെ റിവിഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫയൽ ചെയ്ത കേസിലാണ് ഇസ്മയിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ വന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഫാക്ച്വൽ സിറ്റുവേഷൻ? ഇവിടെ 7 and 8 വരുന്ന ഈ സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയതിനു ശേഷം ഈ 3.5 വയസ്സുള്ള ഈ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിൽ നിന്നും 7 and 8 പറയുന്ന സെക്ഷൽ അസോൾട്ട് അവിടെ നടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട കോടതി ഫൈൻഡ് ചെയ്തു. രണ്ടാമത്തെ സംഗതി, വെൻ വി അനലൈസ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് സെക്ഷൻ 11, എന്താണ് 11? സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ഇവിടെ എന്താണ് 11 പറയുന്നത്? ഒരു കുട്ടി കേൾക്കുന്ന നിലയിൽ അല്ലെ കാണുന്ന നിലയിൽ കുട്ടിയെ, ഞാൻ ഒരു ഭാഗം മാത്രം പറയുന്നു. ഇവർ ശാരീരികമായി ബന്ധപ്പെടുന്നത്, കാറിനകത്ത് വെച്ച് ബന്ധപ്പെടുന്നത് കുട്ടി കാണുമെന്നുള്ള നോളജ് ഈ പറയുന്ന 2 പേർക്കും ഉണ്ടോ? ഇവർക്ക് ശാരീരികമായി ബന്ധപ്പെടുന്നത് കാറിനകത്ത് വെച്ച് ബന്ധപ്പെടുന്നത്, ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാതെ ബന്ധപ്പെടുന്നത്, ആ പറയുന്നവരുടെ ശരീരഭാഗങ്ങൾ കുട്ടി കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലെ കാണുമോ ഇല്ലയോ എന്നുള്ള നോളജ് ഉണ്ടോ? വെദർ ദി അക്യൂസ്ഡ് പേഴ്സൺ ഹാവിംഗ് ദ നോളജ്. ഇവിടെ എന്താണ് 11 പറയുന്നത്? 11 പറയുന്നത് utters any word or makes any sound or makes any gesture or exhibits any object or part of body with the intention that
such a word or sound shall be heard, or such a gesture or object or part of body shall be seen by the child. അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഇവിടെ കാണുകയോ കാണിപ്പിക്കുകയോ എന്നുള്ള ഒരു നോളജ്. ഇവിടെ രണ്ടാമത് പറയുന്ന makes a child exhibit his body or any part of the body so as it is seen by such a person or by any other person. അപ്പൊ ഇവിടെ കുട്ടി കാണുകയോ കാണിപ്പിക്കുക. ഇതേ സംബന്ധിച്ച് വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പല സംഭവങ്ങൾ നമുക്കറിയാം. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ അയാളുടെ വസ്ത്രത്തെ സംബന്ധിച്ച് അയാൾ അവിടെ ഒരു മാറ്റാൻ ശ്രമിച്ചാൽ അവിടെ കുട്ടികളോട് അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ മറ്റാളുകളോട് വിളിച്ചു കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വസ്ത്രം അഴിച്ചാൽ അവിടെ കുട്ടികൾ കാണും എന്നുള്ള നോളജ്, whether I am having the firm knowledge that അവിടെ കുട്ടി കണ്ടേ മതിയാകൂ. എന്റെ ശരീരഭാഗങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് നോളജ് ഉണ്ട്, എനിക്കറിയാം. I am having the firm knowledge. When I consume the alcohol more than the quantity prescribed, അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് നോളജ് ഉണ്ട് എങ്കിൽ ആ രീതിയിൽ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, ആക്സിഡന്റ് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കാറിനകത്ത് വെച്ച് ഞാൻ ഈ സ്ത്രീയുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ എന്റെ ശരീരഭാഗങ്ങൾ കുട്ടി നിർബന്ധമായും കണ്ടിരിക്കും, കാണും. അവിടെ വിളിച്ചു കാണിക്കേണ്ട കാര്യമില്ല, കാണുകയോ കാണിപ്പിക്കുകയോ. സോ 11 പറയുന്ന അത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അപ്പൊ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിനെ സംബന്ധിച്ച് സെക്ഷൻ 7 and 8 ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് സെക്ഷൽ ഇന്റൻഷൻ പ്ലസ് ദ സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ 11(1) എന്ന് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 11(1) ഈസ് വെരി ക്ലിയർ ആൻഡ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ഇൻ ദാറ്റ് കേസ്. അതാണ് ഇസ്മയിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി ഇവിടെ പറയുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. When two adults are performing sexual act deliberately in the presence of a minor child and knowing fully well that since the acts are being performed in a car and in the presence of the child will necessarily see it, then it amounts to their exhibiting their body or part of the body with the intention that the body or part of the body shall be seen by the child, and in such a scenario it goes without saying that the said person should be imputed with the mens rea that they are doing the said act with the sexual intent so that their body or part of the body shall be so seen by the child. Therefore there cannot be any doubt that the vital ingredients of clause 1 of 11 of the POCSO Act are satisfied, assuming that the said allegations raised in Annex 11 complaint are true. അപ്പൊ സെക്ഷൽ അസോൾട്ടിനെ സംബന്ധിച്ച് 7 and 8 11(1) പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റും ഇവിടെ ഇസ്മയിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ കേസിന്റെ ആക്ച്വൽ സിറ്റുവേഷനിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. സോ ഇതാണ് എനിക്ക് 7 and 8 സംബന്ധിച്ചും 11 and 12 സംബന്ധിച്ചുള്ള സെക്ഷൽ ഹരാസ്മെന്റിനെ സംബന്ധിച്ചും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഡിസിഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഇസ്മയിൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതുപോലെ തന്നെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നമ്മുടെ ജസ്റ്റിസ് പുഷ്പയുടെ ബോംബെ ഹൈക്കോടതി വിധിയിൽ നിന്നും നമ്മുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ കേസിന്റെ അകത്ത് പറയുന്ന സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള വിധിയെ സംബന്ധിച്ചും അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ 2021 പാർട്ട് 4 സുപ്രീം കോർട്ട് കേസസ് പേജ് നമ്പർ 712. ദെൻ ഇതിന്റെ തന്നെ നമുക്ക് 7 and 8 അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനെ സംബന്ധിച്ച് സെക്ഷൻ 9 അതിന്റെ പണിഷ്മെന്റ് 10 സെക്ഷൻ 9 നമുക്കറിയാം എ മുതൽ യു വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ, വ്യത്യസ്തരായിട്ടുള്ള പദവികൾ വഹിക്കുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അഗ്രവേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അവരുടെ ശാരീരിക മാനസികമായിട്ടുള്ള അവസ്ഥകളെ സംബന്ധിച്ച് അതൊക്കെയാണ് സെക്ഷൻ 9 എ മുതൽ യു വരെ പറയുന്നത്. അതൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സെക്ഷനെ സംബന്ധിച്ച് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ ബേസ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 and 8 ആണ്. സെക്ഷൽ അസോൾട്ടിന്റെ ബേസ് സെക്ഷൻ that is with respect to a person committed, an ordinary person committed sexual assault. Then 9 and 10 പറയുന്ന is a qualifying section. അപ്പൊ 9 7 8 പറയുന്ന ആ സാധാരണ ആളുകളെ സംബന്ധിച്ച് ചെയ്യുന്ന പ്രവൃത്തിയുടെ ബേസ് സെക്ഷൻ ആയിട്ടുള്ള 7 and 8 ക്വാളിഫൈഡ് വേർഷൻ ആണ് സെക്ഷൻ 9 എ മുതൽ യു വരെ അതിന്റെ പണിഷ്മെന്റ് സെക്ഷൻ 10 പറയുന്നത്. അപ്പൊ അതനുസരിച്ച് പണിഷ്മെന്റിനെ സംബന്ധിച്ച് സെക്ഷൽ അസോൾട്ടിന്റെ അഗ്രവേറ്റഡ് സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ അതിന്റെ പണിഷ്മെന്റിന്റെ ഗ്രാവിറ്റി വർദ്ധിക്കുന്നു.
അഗ്രവേറ്റഡ് സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പണിഷ്മെന്റ് കൂടുന്നു എന്നുള്ളതിനപ്പുറം അവിടെയും നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ 0 to 12, 12 to 16, then 16 to 18. അപ്പൊ സെക്ഷൽ അസോൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ടിന് വിധേയമാകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് if the prosecution is able to prove that the victim is below 12 years, അതിനാൽ തന്നെ അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിലേക്ക് മാറുന്നു എന്നുള്ളതാണ് when we deal with or when we discussed about the aggravated sexual assault 910-ൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഇവിടെയും ഏജ് പ്രൂഫിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. Then coming to section 13, 14 and 15, use of child for pornographic purposes, and also section 14-ൽ പറയുന്ന അതിന്റെ പണിഷ്മെന്റ് 14(1) 14(2) ഉണ്ട്. അതുപോലെ തന്നെ section 15, punishment for storage of pornographic material involving a child. നമുക്കറിയാം POCSO Act 2012 which came into force from 14/11/2012. Thereafter, POCSO Act has been amended as per the POCSO Amendment Act 2019 with effect from 16/8/2019. അപ്പൊ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന 2012-ലെ POCSO ആക്ടിൽ സെക്ഷൻ 14-നെ സംബന്ധിച്ച് 14(1) 14(2), then 15-നെ സംബന്ധിച്ച് സെക്ഷൻ 15(1), 15(2), 15(3). So these are the amendments in this 13, 14 and 15. അപ്പൊ ഇവിടെ 13-നെ സംബന്ധിച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ വന്ന ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ നമ്മൾ നോക്കേണ്ടൂ. സെക്ഷൻ 13-ൽ യൂസ് ഓഫ് ചൈൽഡ് ഫോർ pornographic പർപ്പസസ്. അപ്പൊ യൂസ് ഓഫ് ചൈൽഡ് ഫോർ pornographic പർപ്പസസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ വന്ന എക്സ്പ്ലനേഷനാണ്. യൂസ് ഓഫ് ചൈൽഡ് ഇൻവോൾവിംഗ് എ ചൈൽഡ് ത്രൂ എനി മീഡിയം ലൈക്ക് പ്രിന്റ്, electronic, computer or any other technology for preparation, production, offering, transmitting, publishing, facilitation, distribution of pornographic material. അതിന്റെ പണിഷ്മെന്റ് അതിന്റെ 14. 14-ൽ തന്നെ നമുക്കറിയാം 14(1) 14(2) അതിന്റെ സബ്സിക്വന്റ് ഒഫൻസ് 14(2)-ലെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കൂടുതലായി ഒന്നും അപഗ്രഥിക്കേണ്ട കാര്യമില്ല. അവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി സെക്ഷൻ 13 നമുക്കറിയാം, കേരള പോലീസ് ഓപ്പറേഷൻ P-Hunt എന്ന് പറയുന്ന ഒരു വലിയ ഒരു മാസീവ് അറ്റാക്ക്, അതായത് ഈ നമ്മുടെ സ്റ്റോറേജ് ഓഫ് യൂസ് ഓഫ് ചൈൽഡ് ഫോർ pornographic പർപ്പസസും അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് പോൺ വീഡിയോ അല്ലെങ്കിൽ പോൺ മെറ്റീരിയൽസിനെ സംബന്ധിച്ചും 13-ഉം 14-ഉം 15-ഉം എലോങ് വിത്ത് IT-യിലെ സെക്ഷൻ 67B-യും ഇട്ട് ഒരുപാട് കേസുകൾ നമ്മുടെ കേരള പോലീസ് എടുത്ത് നിങ്ങൾക്കറിയാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് നമ്മുടെ മുൻപിലുണ്ട്, ഫാത്തിമ AS വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. രഹ്ന ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ എടുത്ത കേസ് നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ സെക്ഷൻ 15-ൽ വന്ന ഒരു കേസ്, ഇവിടെ നമുക്കറിയാം 15th അമെന്റ്മെന്റിന് ശേഷം 15-ൽ വന്ന ഒരു മാറ്റം എന്ന് പറയും, നേരത്തെ 15 സ്റ്റോറേജ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ് മാത്രമായിരുന്നു പണിഷബിൾ ആയിട്ടുണ്ടായിരുന്നത്. 15-നെ സംബന്ധിച്ച് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി 15-ൽ സ്റ്റോർസ് ഓർ പൊസഷൻ. So after the amendment in 2019 in POCSO Act section 15(1), 15(2), 15(3), merely downloading a porn video or porn material and its storage or possession itself is an offense under section 15(1). And subsequently on 15(2)-നെ സംബന്ധിച്ച് നമ്മുടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സ്റ്റോറേജും പൊസഷനും if it is for the purpose of transmitting, propagating, displaying and distributing, that itself will be an offense under 15(2). Then 15(3), അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടി whether it is used for commercial purposes, അതാണ് 15(3)-യെ സംബന്ധിച്ച്. ഇതൊക്കെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട ഒരു മാറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. We just know about the 15(1), 15(2). അപ്പൊ ചുരുക്കം പറഞ്ഞാൽ after the amendment under 15, clause 1, clause 2, clause 3, മിയർലി ബൈ ഡൗൺലോഡിങ്. ഇപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാവാം, നമ്മളിപ്പോ ഒരു സൈറ്റില് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പോൺ വീഡിയോ, ഒരു പോൺ ഐറ്റം ഒരു കേസിന്റെ അകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു. If it is kept for the purpose of intimating or informing to the local police or the special police unit as a law-abiding citizen, as a true citizen of India, നമ്മളത് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടി, പാസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്നയാളുടെ മൊബൈൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സംഗതി എനിക്ക് ലഭിച്ചത് എന്റെ കൈവശമുണ്ട്, അങ്ങനെ കൈവശം ഇരിക്കുന്നത്
അത് നമ്മൾ പോലീസ് ഇൻഫോം ചെയ്യാൻ, ഇന്റിമേറ്റ് ചെയ്യാൻ, ലോക്കൽ പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ പോലീസ് യൂണിറ്റിൽ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾക്ക് വിധേയമാക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കും. ഗുഡ് ഫെയ്ത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ അത് അങ്ങനെയുള്ള സാഹചര്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ മിയർലി ബൈ ഡൗൺലോഡിങ് എ പോൺ വീഡിയോ, പോൺ മെറ്റീരിയൽ ഓർ സ്റ്റോർസ് ഓർ പൊസഷൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ടാബിൽ ഈ പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ that itself will be an offense under 15(1), either under 15(1) or 15(2) or 15(3). അപ്പൊ 15(2) പറയുന്ന പ്രൊപ്പഗേഷൻ, ട്രാൻസ്മിറ്റിംഗ്, ഡിസ്പ്ലേയിങ് ഓർ ഡിസ്ട്രിബ്യൂഷൻ, ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ അതിനുശേഷം 15(3) അത് കൊമേഴ്ഷ്യൽ യൂസേജിനാണെങ്കിൽ, then 14, 15 and 15(3) അതവിടെ നിൽക്കട്ടെ. Then coming to section 16 and 17, abetment and offense. IPC നമുക്കറിയാം 107, 108 and 109. ഇതേ സെയിം എക്സാക്ട്ലി ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു 16 and 17. അപ്പൊ നമുക്കറിയാം 108 IPC പറയുന്ന അബറ്റർ ആരാണ് അബറ്റർ. 107 നമ്മുടെ അബറ്റ്മെന്റിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അതേ സെയിം ഡിറ്റോ സിറ്റുവേഷൻ തന്നെയാണ് 16 and 17 പറയുന്നത്. അപ്പൊ 109 പണിഷ്മെന്റ് പറയുന്നത് അനുസരിച്ച് തന്നെയാണ് സെക്ഷൻ 17 പോക്സോയിൽ പറയുന്ന അബറ്റ്മെന്റിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ there are certain decisions by the Honorable High Court also, Rahul PR and another versus State of Kerala 2021 Part 5 KSC 284. ഇവിടെ അബറ്റ്മെന്റിനെ സംബന്ധിച്ച് പറയുന്നത് the main first and foremost thing is that what is the punishment for abetment. As you know all, നമുക്കറിയാം അബറ്റ്മെന്റിനെ സംബന്ധിച്ച് ഏത് കുറ്റകൃത്യത്തിനാണോ അബറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അതേ കുറ്റകൃത്യത്തിന് ഏതാണ് പണിഷ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അതേ പണിഷ്മെന്റ് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് അബറ്റ്മെന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതേ പണിഷ്മെന്റ് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അബറ്റ്മെന്റിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ സെക്ഷൻ 19(1) വയലേഷൻ നമ്മൾ പറഞ്ഞു, 19(1) 19(2) വയലേഷൻ 21 നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമുക്കൊരു സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു HM എടുക്കാം. ഞാനിത് ഈ 17, 16, 19(1), 19(2), 21 കൂടി ഒരുമിച്ചൊന്ന് കൊണ്ടുപോവുകയാണ്. ഒരു സ്കൂൾ HM പ്രിൻസിപ്പലിനോ തന്റെ സ്കൂളിലെ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഒരു മൊളസ്റ്റേഷൻ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ ലഭിച്ചു. അവിടെ ആ HM പ്രിൻസിപ്പലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റേക്ക് ഹോൾഡറോ ഈ വിവരം പുറത്ത് പറയുന്നില്ല. ആ പുറത്ത് പറയുന്നില്ല എന്ന് പറയുന്നതിന് 21 ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞു. പക്ഷെ 21 ആപ്ലിക്കബിൾ ആയി എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ HM പ്രിൻസിപ്പളോ ആ സ്റ്റേക്ക് ഹോൾഡറോ ആ കാര്യം പുറത്ത് പറയാതിരിക്കുന്നു എന്ന് പറയുന്നത് ആ കുറ്റകൃത്യം വീണ്ടും തുടരുന്നതിന് ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് ഒഫൻസിന്റെ കാര്യത്തിൽ നടക്കുന്നുവെങ്കിൽ ആ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഈ HM പ്രിൻസിപ്പളോ ആ സ്റ്റേക്ക് ഹോൾഡറോ അത് പുറത്ത് പറയാതിരിക്കുന്നത് ഇവിടെ 16 പെർവ്യൂവിൽ വരുന്നുണ്ടോ, വെദർ ദാറ്റ് പ്രിൻസിപ്പൽ ഓർ HM ക്യാൻ ബി കോൾഡ് ആസ് ആൻ അബറ്റർ. അവിടെ കണ്ടിന്യൂവേഷൻ ഓഫ് ഒഫൻസിന് വെദർ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് എ ഫെസിലിറ്റേറ്റർ ഫോർ ദി ഫർദർ കമ്മീഷൻ ഓഫ്, ഒരു അബറ്ററായി മാറുന്നുണ്ടോ, അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അതിന് പ്രേരണാശക്തിയായി നിൽക്കുന്നുണ്ടോ, അതിന് ചാലകശക്തിയായി നിൽക്കുന്നുണ്ടോ, whether that particular HM at the very same time, whether that particular HM would be roped under along with the section 21, whether that principal or HM can be roped under section 17 read to 16 also, whether that principal is to be can be prosecuted under for the abetment of offense. അപ്പൊ അങ്ങനെ വരുമ്പോൾ along with the section 21 ഈ പറയുന്ന അബറ്റ്മെന്റിലേക്ക് ഇവിടെ പ്രിൻസിപ്പലോ HM അല്ലെ സ്റ്റേക്ക് ഹോൾഡറോ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ കാര്യം പുറത്ത് പറയാതിരിക്കുന്നതോടൊപ്പം ആ പറയാതിരിക്കുന്നത് കൊണ്ട് ആ ഒഫൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ആ ഒഫൻസ് മുന്നോട്ട് നടക്കുന്നത് എങ്കിൽ, എന്നാൽ അസൈലിനെ സംബന്ധിച്ച് ആ പുറത്ത് പറയാതിരിക്കുന്ന കാര്യം അത് വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ളൊരു പച്ചക്കൊടിയായി അസൈലന്റ് അല്ലെങ്കിൽ ആ അക്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവിടെ മുന്നോട്ട് പോകുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനെ 21 നമുക്കറിയാം, ഈ 21 അതുപോലെ തന്നെ 21 പർവ്യൂവിൽ വരുന്ന പ്രതികളെ സംബന്ധിച്ച് നമുക്കറിയാം അതൊരു സെക്കൻഡറി ഒഫൻഡറാണ്. പോക്സോ നിയമത്തിൽ സെക്ഷൽ ഒഫൻസ് ചെയ്ത ഒരു പ്രൈം അക്യൂസിനെ നമ്മൾ പ്രൈമറി ഒഫൻഡർ എന്നും, അതുപോലെ തന്നെ ഇതുപോലെ വരുന്ന 21 മറ്റുമൊക്കെ വരുന്ന പ്രതികളെ നമ്മൾ സെക്കൻഡറി ഒഫൻഡർ എന്ന് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ എൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് whether the primary offender is also to be prosecuted or the trial can be, whether the trial can be conducted along with the primary offender
along with the secondary offender. രണ്ടുപേരുടെയും ട്രയൽ ഒരുമിച്ച് ഒരേ കോടതിയിൽ നടത്തുന്നതിന് ഏതെങ്കിലും നിയമ തടസ്സമുണ്ടോ? അവിടെ ശ്രീലത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ദാറ്റ് ഈസ് ഡിസിഷൻ, ഡിറ്റോ ഡിസിഷൻ rendered by the Honorable High Court in Srilata KV versus State of Kerala, 2019 KHC, page number 971. Whether a joint trial can be under section 223 CRPC. There are so many discussions along with some decision with respect to the Honorable Supreme Court as well as the decision of the Honorable High Court, the division bench rulings discussed in this decision, Srilata KV versus State of Kerala. ഇതിടെ ഒരു HM-നെ പ്രതിയാക്കി, രണ്ടാം പ്രതിയാക്കി കേസെടുത്തത് സംഗതി തന്നെയാണ്. അപ്പൊ അവിടെ സ്കൂളില് ഒരു കുട്ടിയെ മൊളസ്റ്റ് ചെയ്തു, ആ വിവരം പ്രിൻസിപ്പൽ പോലീസിൽ അറിയിക്കുന്നില്ല. അവിടെ ആക്ച്വൽ അസൈലന്റിനെ, അധ്യാപകനെ പ്രതിയാക്കി കേസെടുത്തു. അധ്യാപകനോടൊപ്പം ആ സ്കൂളിലെ അധ്യാപികയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തു. അപ്പൊ അധ്യാപികയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തപ്പോൾ അധ്യാപികയുടെ കേസ് എന്ന് പറയുന്നത് എന്നെ ആക്ച്വൽ ഒഫൻഡറോടൊപ്പം, I am only a secondary offender. I could not be tried along with I cannot be tried along with the primary offender. ഇതായിരുന്നു അവരുടെ വാദഗതി. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ഇവിടെ ഹൈക്കോടതി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇവിടെ വീണ്ടും ആ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കോടതിയിൽ മൊഴി പറഞ്ഞ് വീണ്ടും ഒരു ട്രയലിന് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു രണ്ടാമതുള്ള ഒരു പീഡനമാണ് എന്നുള്ള നിലയിൽ തന്നെ ഇതേ പ്രൈമറി ഒഫൻഡറിനോടൊപ്പം ഇവിടെ ഈ സെക്കൻഡറി ഒഫൻഡറും ട്രയലിന് വിധേയമാകണമെന്ന് ശ്രീലത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞത്, the main contention advanced by the second accused is that a person like the petitioner, HM ആണ്, who is accused of committing the secondary offense of not reporting the principal offense can be prosecuted only if it is established in a trial before reasonable doubt that the principal offense has been committed. അവിടെ എന്താണ് ഈ ഞാൻ അറിയിച്ചില്ല എന്ന് പറയുന്ന ഒഫൻസ്, ആ ഒഫൻസ് ആ പ്രതി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ എന്നെ വിചാരണ നടത്തേണ്ടതുള്ളൂ എന്നുള്ള വാദഗതിയായിരുന്നു ഉന്നയിച്ചത്. ബട്ട് the principal offense has been committed, and in that the absence of a clear finding of conviction that the principal offender has committed the principal offense, there is no question of simultaneously prosecuting the secondary offense along with the principal offender. Court did not accept the contention. ഇതാണ് അതിൻ്റെ അകത്ത് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ 17-ഉം 16-ഉം അതുപോലെ 19-ഉം 21-ഉം ഇതെല്ലാം പരസ്പര പൂരകമായി ഈ കേസുകളിലൊക്കെ ഡിസ്കഷനിലേക്ക് വരുന്നു. അതുപോലെ രാഹുൽ PR-ന്റെ കേസിന്റെ അകത്തും ഇതുപോലെ തന്നെ വന്നത്. രാഹുൽ PR-ന്റെ കേസിൽ അതിൻ്റെ അകത്ത് വന്ന മറ്റൊരു കാര്യം, രാഹുൽ PR-ന്റെ കേസിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ സെറ്റിൽ ചെയ്ത കേസിൽ, അത് പറയുമ്പോൾ നമ്മളൊരു കാര്യം 3-4 കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, പോക്സോ കേസുകളിൽ പലപ്പോഴും സെറ്റിൽമെന്റ്, കോംപ്രമൈസ് അല്ലെങ്കിൽ മാരേജ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പോക്സോ കേസുകളിൽ ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 482 പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് ക്വാഷ്മെന്റ് ഓഫ് ദി പ്രൊസീഡിങ്സ്, ക്വാഷ്മെന്റ് ഓഫ് FIR, ക്വാഷ്മെന്റ് ഓഫ് ചാർജ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോൾ there are so many decisions to the effect that അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഗ്യാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഗ്യാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2012 to KHC, പേജ് നമ്പർ 4530. ഗ്യാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2012 KHC 4530. അത് തന്നെയാണ് രാഹുൽ PR and another versus State of Kerala and others 2021 Part 5 KHC 284. ഇതിലെല്ലാത്തിലും ഈ കേസുകൾ ഡിസ്കഷൻ വരുന്നുണ്ട്. അക്യൂസ്ഡ് ഫയലിംഗ് ആപ്ലിക്കേഷൻ ഫോർ ക്വാഷിംഗ് ഓഫ് പ്രൊസീഡിംഗ്സ് ഇൻ വ്യൂ ഓഫ് സെറ്റിൽമെന്റ് വിത്ത് ദ വിക്ടിം ഹു ഫയൽഡ് അഫിഡവിറ്റ് വെദർ ഒഫൻസ് ക്യാൻ ബി ക്വാഷ്ഡ്. The fact that victim has attained the age of majority and is living happily with the accused and matters between them have been settled or not valid grounds to quash criminal proceedings. Protection of Children from Sexual Offences Act section 4365 and 17. ഇവിടെ ഈ ഗ്യാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബില് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്യാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ no question of any compromise with respect to. I shall give you the dictum in that decision.
heinous and serious offenses of mental depravity or offenses like murder, rape, dacoity, etc. cannot be quashed even if the victim or victim's family and the offender have settled the dispute. അപ്പോൾ ഇവിടെ ഇതിന്റെ ബേസിൽ ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും കേസുകളിൽ സെറ്റിൽ ചെയ്തു, അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്തു, കല്യാണം കഴിച്ചു, അറ്റൈനിങ് മജോറിറ്റി ആയി, അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടികളുണ്ടായി ഒന്നിച്ച് ജീവിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത് ക്വാഷ്മെന്റ് പ്രൊസീഡിങ്സിന് പോയ പല കേസുകളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഗ്യാൻസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിന്റെ അകത്ത് ഡിസിഷൻ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികൾ ഇപ്പോൾ ഈ പറയുന്ന സമീപിക്കുന്ന ആളുകളോട് ട്രയൽ കോടതിയിൽ പോയി ട്രയൽ ഫേസ് ചെയ്യുക എന്ന് പറയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ no question of any compromise or no question of any compromise settlement in POCSO cases. അപ്പൊ അതുകൊണ്ട് ആ കേസുകളിൽ എല്ലാത്തിലും ഈ നമ്മുടെ ഗ്യാൻസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആപ്ലിക്കബിൾ ആയി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പൊ ഒരു കേസുകളിലും ഇവിടെ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട്, എന്നാൽ കേസുകളിൽ ട്രയൽ കോടതികളിൽ ഈ പറയുന്ന നിലയിൽ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഹാജരായി ഹോസ്റ്റലായി പോകുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ അതിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഗ്യാൻസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരുന്നു. ആ പറയുന്ന കേസിന്റെ ഡിസിഷൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ സെക്ഷൻ 16, 17 ആൻഡ് 19 നമ്മൾ ഒന്നിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സെക്ഷൻ 21 പറയുന്ന മറ്റൊരു കാര്യം, വളരെ പ്രധാനമായിട്ടുള്ള ഒരു കേസ്, ഡോക്ടർ സിസ്റ്റർ ടെസി ജോസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇവിടെ നമ്മൾ 21 പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒന്നുകൂടി ഒരു ഡിസിഷനും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഡോക്ടർ സിസ്റ്റർ ടെസി ജോസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇവിടെ നമ്മൾക്കറിയാം ദ മാൻഡേറ്ററി റിക്വയർമെന്റ് സെക്ഷൻ 19 ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അണ്ടർ പോക്സോ ആക്ട്. ഇവിടെ വെദർ എ ഡോക്ടർ ഈസ് സസ്പെക്ടഡ് ടു conduct the Honorable Supreme, in a decision rendered by the Honorable Supreme Court in Sister Tessie Jose versus State of Kerala. ഇവിടെ ഡോക്ടറുടെ പരിശോധിക്കപ്പെട്ട കുട്ടി പ്രഗ്നന്റ് ആണ് എന്ന് കാണുകയും അതോടൊപ്പം 18 വയസ്സായി എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ whether the doctor is expected to report the matter before the police or before the law enforcing agency, or whether under section 21, if that particular doctor is not intimated or informed to the local police, whether a prosecution can be lodged or roped under section 21. ഇതായിരുന്നു മൂട്ട് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ. പക്ഷേ അതിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2018-3 KLT 934 ഡോക്ടർ സിസ്റ്റർ ടെസി ജോസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിൽ പറഞ്ഞത് നോളജിനെ സംബന്ധിച്ചാണ്. there is no obligation on this person to investigate and gather knowledge. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു റോവിംഗ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു, ഇഫ് അറ്റ് ഓൾ നോട്ട് കെയർഫുൾ. അവിടെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ 18 വയസ്സായിട്ടുള്ള ഒരു കുട്ടി പ്രഗ്നന്റ് ആണ് എന്ന് വന്ന് പറഞ്ഞ് 9:25 അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടി ഏതാണ്ട് 2-3 മണിക്കൂറിന് ശേഷം പ്രസവിക്കുന്ന ഒരു കുട്ടി 18 വയസ്സായി എന്ന് പറയുമ്പോൾ വെദർ ദാറ്റ് പെർട്ടിക്കുലർ വിക്ടിം അവിടെ 18 വയസ്സിന് താഴെ അവർ കൺസീവ് ചെയ്യപ്പെട്ടതാണ് എന്ന് ഉള്ള ഒരു ബോധ്യം ആ ഡോക്ടർക്ക് ഉണ്ടാവേണ്ടതല്ലേ? പക്ഷെ ആ ഒറ്റ കാരണം കൊണ്ട് ഒരു ക്രിമിനൽ ലയബിലിറ്റി അവരെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടെത്തിയത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു ഗ്യാദർ നോളജ് or conduct investigation or to see to verify the age of the victim, whether I am liable to intimate or inform to the local police or special police unit with respect to whether the victim is below 18 or above 18, or whether he is a child victim, whether that a victim under POCSO Act. അതിനെ സംബന്ധിച്ചാണ് ഡോക്ടർ ടെസി ജോസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്നത്. ഇനി അതിൽ തന്നെ മറ്റൊരു ഡിസിഷൻ നോളജിനെ സംബന്ധിച്ച് AS Krishnan and another versus State of Kerala. AS Krishnan and another versus State of Kerala. 2004 Part 1, 2004 Part 11, Supreme Court cases, page number 576.
2004 Part 11 Supreme Court Cases 576. അവിടെയും ഈ പറയുന്ന നിലയിൽ നോളജ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സെക്ഷൻ 21 അല്ലെങ്കിൽ 19 വയലേഷനിൽ പറയുന്ന കാര്യത്തിൽ എന്താണ് സ്വീകരിക്കേണ്ട കാര്യങ്ങളെന്ന് കൃത്യമായി പറഞ്ഞു. എനിവേ, ആസ് പെർ when we read along with section 19(1), 19(2) and section 21, all the stakeholders have their duty bound to intimate or inform the local police or the special police units with respect to the commission of the offense. So these are all with respect to section 19, 20, 21 and this 16, 17. Then coming to section 18, attempt to commit an offense. Attempt ne samandh namakkariyam actual offenseനുള്ള പണിഷ്മെന്റിന്റെ പകുതി പണിഷ്മെന്റ് ആണ് സെക്ഷൻ 18 attempt to commit an offense നെ സംബന്ധിച്ച് പറയുന്നത്. Then coming to the section 8-15 ആയി. We can also come to section 23 also. Then with respect to 23 കൂടെ കഴിഞ്ഞ് നമുക്കൊരു ഇന്ററാക്ഷനിലേക്ക് പോകാമെന്ന് എനിക്ക് സെക്ഷൻ 23 കൂടെ പറയുന്നതിന് കുഴപ്പമുണ്ടോ സാർ? സാർ ഓക്കെ, അതിൽ വൈൻഡ് അപ്പ് ചെയ്യാം സാർ. 23 കൂടെ പറഞ്ഞു വൈൻഡ് അപ്പ്. 23 സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഡിസിഷൻ റെൻഡേഡ് ബൈ ദി ഓണറബിൾ സുപ്രീം കോർട്ട് ഇൻ നിപുൺ സക്സേന ആൻഡ് അനദർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അനദർ. നിപുൺ സക്സേന ആൻഡ് അനദർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. That is with respect to need to protect the identity and the names of victims of rape and victims under POCSO Act. 23 നമുക്കറിയാം procedure of media. At 23 1, 2, 3, 4 there are 4 clauses are there. നമുക്കറിയാം വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അത് IPC വിക്ടിം ആണെങ്കിലും പോക്സോ വിക്ടിം ആണെങ്കിലും നമുക്കറിയാം അവിടെ റേപ്പ് വിക്ടിം ആണെങ്കിലും പോക്സോ വിക്ടിം ആണെങ്കിലും their identity should not be disclosed in the public domain. അതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻ ആണ് നിപുൺ സക്സേന ആൻഡ് അനദർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അനദർ. ഇവിടെ that reported in 2019 Part 1 KHC page number 199. Directions issued by the Supreme Court Protection of Children from Sexual Offences Act 2012. There are 9 directions issued by the Honorable Supreme Court. No person can print or publish in print, electronic, social media, etc. the name of the victim or even in a remote or manner disclose any facts which can be lead to the victim being identified and which should make her identity known to the public at large. In case where the victim is dead or of unsound mind, the name of the victim or her identity should not be disclosed to everyone under the authorization of the next of the kin unless circumstances justifying the disclosure of her identity exist, which shall be decided by the competent authority, which at present is the sessions judge. Then FIRs relating to offense under section 376, 376A, 376AB, 376B, 376C, etc. Then 4, in case victim files an appeal under section 372, it should not necessary for the victim to disclose her identity. Then mainly clause number 5, direction number 5, the police officers should keep all the documents in which the name of the victim is disclosed as far as possible in a sealed cover and replace these documents by identical documents in which the name of the victim is removed in all records which may be scrutinized in the public domain. There are other 6, 7, 8 and 9. There are other directions also there. ഞാൻ പറഞ്ഞു വരുന്നത്, there are 5 decisions with respect to disclosure of identity. Nipun Saxena case, then second case is Sajida Ben Shailesh Dattande versus State of Gujarat 2018 for KLT. ഇവിടെ ഒക്കെ പറയുന്ന ഒരു കാര്യം. Then Sambhurna Behra versus Union of India 2018 KSC 5157. Sambhurna Behra versus Union of India 2018 KSC 5157. Then Sambhurna Behra versus Suthesh Kumar SR versus the State of Kerala and another 2017 1 Part 1 KLT page number 173. Then Aju Varghese versus State of Kerala 2018 Part 5 KSC 50. Then the Honorable Supreme Court decision Youth Bar Association of India versus Union of India and another AR 2016 Supreme Court 4136. ഈ ഡിസിഷനുകളിൽ എല്ലാം പറയുന്ന ഒരു ഞാൻ എല്ലാം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നു. ഇവിടെ ആർക്കും പോക്സോ വിക്ടിമിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ IPCയിലെ റേപ്പിലെ വിക്ടിമിനെ സംബന്ധിച്ചോ nobody have the right to disclose the identity of the victim. ഇവിടെ IPC 228 ക്യാപിറ്റലിലെ നമുക്ക്
അറിയാം, നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം 228 ക്യാപിറ്റൽ എയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. യൂത്ത് ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് അനദർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ യൂത്ത് ബാർ അസോസിയേഷൻ കേസിൽ the copies of FIRs, unless the offence is sensitive in nature like sexual offences, offences pertaining to insurgency, terrorism and that of category, offences under POCSO Act and such other offences should be uploaded on the police website. Appo ivide normally namakkariyam, after the amendment, it is the duty of the prosecuting agency to upload the FIRs in all the cases within 24 hours in public domain, all the FIRs, either in the central website or the police website or the central website, state website or police website. But in cases like when the matter is sensitive in nature, like POCSO cases, data cases, terrorism cases, then sexual offense cases, etc., etc., or UAPA cases, the FIRs with respect to all those matters shall not be uploaded in the public domain. Victims അല്ലെങ്കിൽ പബ്ലിക്കിന് സിറ്റിസൺ കോപ്പി ലഭ്യമാക്കാൻ പാടില്ല. അപ്പം യൂത്ത് ബാർ അസോസിയേഷൻ കേസിലും മറ്റ് ഇവിടെ പറഞ്ഞ നിപുൺ സക്സേന കേസിലും സജിതാവൻ കേസിലും സമ്പൂർണ്ണ ബെഹ്റ കേസിലും the intention of the legislation or the intention of the court is that ഈ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡന്റിറ്റി ഷാൽ ബി കെപ്റ്റ് അണ്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഷാൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി പബ്ലിക് ഡൊമൈൻ. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നോ റിപ്പോർട്ട്സ് ഇൻ എനി മീഡിയ ഷാൽ ഡിസ്ക്ലോസ് ദ ഐഡന്റിറ്റി ഓഫ് ദി ചൈൽഡ്, ഇൻക്ലൂഡിംഗ് ഹിസ് നെയിം, അഡ്രസ്, ഫോട്ടോഗ്രാഫ്സ്, ഫാമിലി ഡീറ്റെയിൽസ്, സ്കൂൾ, നെയ്ബർഹുഡ് ഓർ എനി അതർ പർട്ടിക്കുലർ ഐറ്റംസ് which may lead to disclosure of the identity of the child. അപ്പൊ അതുകൊണ്ട് ഈ നിപുൺ സക്സേന കേസിലും സജിതാബൻ കേസിലും സമ്പൂർണ്ണ ബെഹ്റ കേസിലും അജു വർഗീസ് കേസിലും ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അവിടെ നമുക്കറിയാം, അജു വർഗീസിന്റെ കേസിൽ നടിയുടെ പേര് പറഞ്ഞു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, അവർ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്ത് ക്വാഷ് ബെഞ്ചിന് കൊടുത്തുവെങ്കിൽ പോലും വളരെ കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നു 228A capital IPC is applicable in that case also. അപ്പൊ അവിടെ യൂത്ത് ബാർ അസോസിയേഷൻ കേസ് വന്നതിൻ്റെ അകത്ത് തന്നെ ഈ പറയുന്ന FIRകൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ അവിടെ ഐഡന്റിറ്റി ഓഫ് ദി വിക്ടിം ആണ് പ്രധാനം. അപ്പൊ കോടതികളുടെ മുൻപിൽ ഇനി ഇതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുള്ളത്, ഇത് പോലീസിനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്ക് മാത്രമാണോ? ഡ്യൂട്ടി ഓഫ് ദി കോർട്ട് പറയുന്നതാണ്. സജിതാബൻ ശൈലേന്ദ്ര ദത്താന്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിൽ പറയുന്നത്, the concern of the legislature in protecting the identity of the victim is further evident from the provisions of POCSO Act. Section 23 of POCSO Act provides restriction on any form of media to disclose the identity of the victim, which tends to lower her reputation or infringes upon her privacy. അപ്പൊ അവിടെ ഐഡന്റിറ്റി നിർബന്ധമായും കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇനി അത് മോർഫ്ഡോ ഗർഡോ ആയിട്ടുള്ള രീതിയിൽ പോലും കൊടുക്കാൻ പാടില്ല എന്ന് സമ്പൂർണ്ണ ബെഹ്റ കേസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, എക്സ്പെക്ട് ദ ഇലക്ട്രോണിക് പ്രിന്റ് ആൻഡ് സോഷ്യൽ മീഡിയ ടു എൻഷുർ ദാറ്റ് ദ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി വിക്ടിംസ് ഓഫ് സെക്ഷൽ അബ്യൂസ് എനിവെയർ ഷുഡ് നോട്ട് ബി ഡിസ്പ്ലേസ്ഡ് either in a morphed or blurred form or for safety, mental and physical health of the victims and in public interest. ഇനി സുധീഷ് കുമാറിന്റെ കേസിന്റെ അകത്ത് പറയുന്നത്, അവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്, whether offense made out in order to constitute an offense under subsection 4 of 23, no mens rea, culpability and malafide or illegal intention is required. Mere publication of the details of the victim child will attract the offense. അതാണ് സുധീഷ് കുമാർ SR വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്നത്. Then അജു വർഗീസിന്റെ കേസിലും whether the offense attracted, question whether disclosure was intended, bona fide or without knowledge of law, has no relevance in attracting an offense under 228A. അതിലും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒക്കെ ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികളിലെല്ലാം കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്, യാതൊരു സാഹചര്യത്തിലും ഇവിടെ ഐഡന്റിറ്റി ഓഫ് ദി വിക്ടിംസിന്റെ പുറത്തുവിടാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാൻ പാടില്ല. അത് ഇറ്റ് ഷുഡ് ബി കീപ് ഇൻ കോൺഫിഡൻഷ്യൽ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇത്രയുമാണ് എനിക്ക് ഈ സെക്ഷൻ 23യെ സംബന്ധിച്ച് പറയാം. സെക്ഷൻ 23യിൽ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം, ഈ ഡിസിഷനുകളെല്ലാം കൃത്യമായി 23യെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 23 കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു.
ഇന്നത്തെ ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നു ഇന്ററാക്ഷൻസ് നെക്സ്റ്റ് സെക്ഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മതിയോ സാർ, അതോ ഇന്ന് തന്നെ? എങ്ങനെ വേണമെങ്കിലും ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. 1 hour കൂടിയത് കൊണ്ട്. അതെയാ, സാറ് ടയർഡ് ആണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. കാരണം 1 hour 25 minutes നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നതാണ്. അപ്പൊ സാറ് എങ്ങനെ വേണമെങ്കിലും ആകാം. ഐ തിങ്ക് ഒരു ഡിസിഷൻ നോട്ട്. ഏതാണ് സർ? അലക്സലോഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലേ? ഗ്യാൻസിംഗ് ആണോ? ഗ്യാൻസിംഗ് കേസ് ആണോ? ഗ്യാൻസിംഗ് അല്ല സർ, അലക്സലോഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഡഫ് ആൻഡ് ഡംബ് മാറ്ററിൽ പറഞ്ഞില്ലേ സാർ? അതിന്റെ സൈറ്റേഷൻ പറയും. അലക്സലോഗ് ശ്രീവാസ്തവ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അനദർ, AR 2018 സുപ്രീം കോർട്ട് 2440. അതില് പ്രധാനമായും പറയുന്നത് പോക്സോ ആക്ട് ഈസ് ജനറൽ ന്യൂട്രൽ. അലക്സലോഗ് ശ്രീവാസ്തവ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അനദർ, AR 2018 സുപ്രീം കോർട്ട് 2440. അതിലെ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 3 ഓഫ് പോക്സോ ആക്ട് ഈസ് പാരാമെറ്റീരിയ വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ഡെഫിനിഷൻ ഓഫ് റേപ്പ് അണ്ടർ സെക്ഷൻ 375. Alak-Alok Srivastava versus Union of India and another, AR 2018 Supreme Court 2440. ചാറ്റ് ബോക്സിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്ന് ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ചാണ് സാർ. യെസ്. ഒന്ന്, if the accused and the place of occurrence is in Tamil Nadu but victim is a Keralite, if case can be transferred to Tamil Nadu, where is the real jurisdiction? And the victim place of occurrence Tamil Nadu, victim Kerala, അത് can be transferred to Tamil Nadu എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്കറിയാം കേരള പോലീസ് ആക്ട് സെക്ഷൻ 57 നമ്മുടെ മുൻപിലുണ്ട്. ഈ പോക്സോ വിക്ടിംസിനെ സംബന്ധിച്ച് നമുക്കറിയാം മിസ്സിംഗ് ചൈൽഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ, അതായത് നമുക്ക് മിസ്സിംഗ് ഗേൾസിനെ മിസ്സിംഗ് ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദേ ആർ അണ്ടർ ദി നമുക്കറിയാം പേരൻസ് ഓർ രക്ഷകർത്താക്കളുടെ കൈവശമാണ് അവരുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ അവരെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സെക്ഷൻ 363 IPC is there. So from the moment wherein നമ്മുടെ കേരളത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, തമിഴ്നാട്ടിലാണ് അതിന്റെ ആക്ച്വൽ മേജർ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഇവിടുന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് ഓർ അബ്ഡക്ഷൻ ഫ്രം കേരള ഇവിടുന്ന് കൊണ്ടുപോകുന്നെങ്കിൽ ബോത്ത് ദ സെന്റേഴ്സ് ഇൻ കേരള ആസ് വെൽ ആസ് ഇൻ തമിഴ്നാട് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ. ഇനി കേസ് രജിസ്ട്രേഷനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. സിക്കിമിൽ വെച്ച് ചെയ്ത ഒരു സംഭവത്തെ സംബന്ധിച്ച് സിക്കിമിന്ന് കേരളത്തിൽ ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ്, എന്നെ സിക്കിമിൽ വെച്ച് ഒരു പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്തു, അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് ചെയ്തു, അല്ലെങ്കിൽ സെക്ഷൻ 21 ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോക്സോ ഓഫൻസ് ഉണ്ടായി എന്ന് കേരളത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനും ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഒഫൻസ് FIR രജിസ്റ്റർ ചെയ്യാം. ഇവിടെ ചോദിച്ച ചോദ്യം വെദർ ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു സിക്കിം ഓർ തമിഴ്നാട് ഓർ നോട്ട്. അപ്പൊ 363 ഇവിടുന്ന് തുടങ്ങുന്നുവെങ്കിൽ, കിഡ്നാപ്പിംഗ് ഓർ അബ്ഡക്ഷൻ ഇവിടുന്ന് തുടങ്ങുന്നുവെങ്കിൽ, ഈ ഫോൺ വിളി ഇവിടുന്ന് തുടങ്ങുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റോക്കിംഗ് ഇവിടുന്ന് തുടങ്ങുന്നുവെങ്കിൽ കേരളത്തിലും ഇതിന് ജൂറിസ്ഡിക്ഷൻ വരും. അപ്പൊ അതുകൊണ്ട് മേജർ ഒഫൻസ് എവിടെ ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് പറയുന്ന കാര്യം കൊണ്ട് തന്നെ വിക്ടിം ബീയിങ് എ മൈനർ, മൈനർക്ക് സ്വന്തമായ അനിഷ്ടങ്ങളില്ല. വിക്ടിമിന്റെ ഇഷ്ടം അല്ലെ മൈനറുടെ ഇഷ്ടം എന്ന് പറയുന്നത് സ്വന്തം പിതാവിന്റെയോ പേരൻസിന്റെയോ രക്ഷകർത്താക്കളുടെയാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ദിയർ പേരൻസ് one person has been kidnapped or abducted from Kerala to Tamil Nadu. ആ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ 363 is applicable or 366A is also applicable when seduced to illicit intercourse with another person. അതുകൊണ്ടെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഈ പറയും. അപ്പൊ ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ചിടത്തോളം മേജർ ഒഫൻസ് എവിടെ നടക്കുന്നു എന്നുള്ളതല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്. as far as the criminal case is concerned, there are 3 occurrences, there are 3 instances wherein the starting point, the transit point and the destination point. ഈ 3 സാഹചര്യങ്ങളിലും
എവിടുന്ന് തുടങ്ങുന്നതിൻ്റെ അകത്ത് ഒരു കുറ്റകൃത്യമുണ്ടോ, ആ കുറ്റകൃത്യമുണ്ടെങ്കിൽ അറ്റ് ദ വെരി സെയിം ഡേ ഇവിടുന്ന് 363 ഉണ്ടെങ്കിൽ we need not transfer the case to Tamil Nadu. It can be tried in a court, jurisdictional court within the jurisdictional court in any district as far as a POCSO offense is concerned. Okay. Sir, one more question. The question by Jacinda. See, in the absence of other document to prove the age of victim, what is the evidentiary value of a declaration given by Secretary of Panchayat with regard to registration of birth of the victim? Absence of other document to prove the age of the victim, declaration of the secretary in respect of the age of the victim, what is the evidentiary value? Declaration means either that local body secretary issued a birth certificate or not. Declaration, what is that? That may be നമ്മുടെ birth and dates നോക്കിയിട്ട് അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രാക്ട്. സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആവാം നമ്മുടെ പാർട്ടിസിപ്പന്റിന്റെ ക്വസ്റ്റ്യൻ. I assume so. The thing is that whether it is admissible before a court of law, whether it is a certified extract, or whether it can be treated as a public document, whether it's a certified copy, merely by issuing a document and merely by this marking a document, that does not mean that the contents of the document is proved. So admissibility of a document and the probative value of the document is entirely different thing. So the admissibility, whether that particular document is admissible or not, that does not mean that the contents of the document is proved. So admissibility and probative value, as the members of the legal fraternity, admissibility of a document and probative value is entirely different. So അതിൻ്റെ അകത്ത് ഈ സെക്രട്ടറി ഇഷ്യൂ ചെയ്തൊരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത് whether that document can be treated as a public document. അപ്പൊ അതുകൊണ്ട് സിംപ്ലി ബൈ ഡിക്ലറേഷൻ അതിനെ സംബന്ധിച്ചിടത്തോളം മാത്രം മതിയോ? എനിക്ക് സംശയമുണ്ട് അത് അഡ്മിസിബിൾ ആകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. If that document is, whether that document can be treated as a birth certificate as contemplated, or whether that document can be used as an evidence to prove the age of the victim, either under as per section 94 of the Juvenile Justice Act as contemplated, and whether the existing laws prevailing in the country as a document, then that document can be admitted in evidence. Thank you, sir. Sir, ഈ victim കേൾക്കുന്നുണ്ടോ sir? Yes, sir. Victim 70% മുകളിൽ മെന്റലി ചലഞ്ചഡ് ആണെങ്കിൽ അത്തരം കുട്ടികളുടെ മൊഴിക്ക് എത്രമാത്രം സ്വീകാര്യത ഉണ്ട്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഡെഫ് ആൻഡ് ഡെഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്കറിയാം പോക്സോ നിയമത്തിൽ വളരെ കൃത്യമായി പ്രൊവിഷൻസ് ഉണ്ട്. എല്ലാ കുട്ടികളും ഒരേ രീതിയിലുള്ള കപ്പാസിറ്റിയുള്ള കുട്ടികളാവണമെന്നില്ല. അപ്പൊ ഓരോരുത്തരുടെ മെന്റൽ എബിലിറ്റി, മെന്റൽ കപ്പാസിറ്റി, വെദർ ദി പ്രസൻസ് ഓഫ് എ സൈക്കാട്രിസ്റ്റ്, വെദർ ദി പ്രസൻസ് ഓഫ് എ സൈക്കോളജിസ്റ്റ്, വെദർ എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡെഫ് ആൻഡ് ഡെഫിന്റെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അപ്പൊ ഇവിടെ ഏത് അവസ്ഥയിലുള്ള കുട്ടിയാണോ മെന്റൽ ഐക്യു ബിലോ ആവറേജ്, നേരത്തെ പറഞ്ഞ പോലെ 70%, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലുള്ള കുട്ടിയാണോ ആ അവസ്ഥയിലുള്ള കുട്ടിക്ക് അനുയോജ്യമായ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഓറൽ എവിഡൻസ് മാത്രമല്ല, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മാത്രമാണ് സ്വീകാര്യമായ തെളിവെന്നോ, അല്ലെങ്കിൽ ഓറൽ എവിഡൻസ് അല്ലെങ്കിൽ വായു മൂലമുള്ള ഒരു തെളിവ് മാത്രമാണ് എവിഡൻസ് നമുക്ക് കരുതാനാവില്ല. അത് ആംഗ്യ ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, മിണ്ടാത്ത കുട്ടിയാണെങ്കിൽ, ചെവി കേൾക്കാത്ത കുട്ടിയാണെങ്കിൽ, അന്യ സംസ്ഥാനക്കാരിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ, ആ കുട്ടിയുടെ അവസ്ഥ എങ്ങനെ കോടതിയിൽ പറയാൻ കഴിവുള്ള ഒരാളുടെ സാന്നിധ്യം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്, അങ്ങനെ കഴിവുള്ള ആ രീതിയിലുള്ള ഒരാളെ വെച്ച് ആ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ, അത് പോലീസ് എടുക്കുമ്പോൾ മാത്രമല്ല, മജിസ്ട്രേറ്റ് 164 എടുക്കുമ്പോൾ മാത്രമല്ല, ഡോക്ടർ പരിശോധിക്കുമ്പോൾ മാത്രമല്ല, കോടതിയിൽ മൊഴി കൊടുക്കുന്ന അവസരത്തിലും ദ പ്രസൻസ് ഓഫ് ദാറ്റ് പേഴ്സൺ ഈസ് റിക്വയർഡ്. ആ പറയുന്ന ആ വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തന്നെ നമ്മൾ ആദ്യം ഓത്തെടുപ്പിച്ച്, ആ ഓത്തെടുപ്പിക്കുന്നയാൾ വീണ്ടും താഴെ ഇറങ്ങി ആ വിക്ടിം സാക്ഷിക്കൂട്ടിൽ കയറി നിന്ന് ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ശരിയായി സത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്നയാൾ കോടതിയിൽ മൊഴി കൊടുക്കുന്നു. ഇന്ന ആംഗ്യഭാഷയിൽ നിന്നും ഇന്നതാണ് കുട്ടി ഉദ്ദേശിച്ചത്.
അപ്പൊ ചുരുക്കം പറഞ്ഞ് ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത് എന്താണ്? ആ ഒരാളുടെ മൊഴി അങ്ങനെ നേരത്തെ പോലീസ് ആ ഒരു ആളുടെ സാന്നിധ്യത്തിൽ മൊഴി എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഓൾസോ ടു ബി ഇൻകോർപ്പറേറ്റ് ആസ് എ വിറ്റ്നസ് ഇൻ ദി വിറ്റ്നസ് മെമ്മോറാണ്ടം. ആ ആളെ കൂടി സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട്, അപ്പം ആ ഒരു എടുക്കുന്ന മൊഴി നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സാറ് സൂചിപ്പിച്ചതുപോലെ ആ കൊടുക്കുന്ന കുട്ടി ഈ അവർ 70% അബ്നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി കൊടുക്കുന്ന മൊഴി അത് എങ്ങനെയാണോ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ രേഖപ്പെടുത്തിയതിന്റെ അടിയിൽ ഇതാണ് കുട്ടി പറഞ്ഞത്, എനിക്കുള്ള ഈ മൊഴി രേഖപ്പെടുത്താനുള്ള കഴിവ് അനുസരിച്ച് ഞാൻ രേഖപ്പെടുത്തിയ മൊഴിയിൽ കുട്ടി പറഞ്ഞത് ഇത് തന്നെയാണ് എന്ന് അദ്ദേഹം അതിൽ ഒപ്പിടുകയും അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ഒപ്പം അതിൽ ഇടിവെക്കുകയും അത് സാക്ഷ്യപ്പെടുത്തി ഈ രണ്ടു പേരെയും അതിന്റെ സാക്ഷ്യപ്പെട്ടിയിൽ ഉൾപ്പെടുത്തി കോടതിയിൽ വിസ്തരിക്കുമ്പോൾ ആ സാക്ഷ്യപ്പെടുത്തൽ വീണ്ടും കോടതിയിൽ ഓർത്തെടുത്ത് വിസ്തരിക്കപ്പെടുമ്പോൾ ആ കുട്ടിയുടെ ആ അവസ്ഥയിലുള്ള കുട്ടിയുടെ മൊഴി കോടതിക്ക് സ്വീകാര്യമായി എടുക്കാവുന്നതാണ്. അതല്ലാതെ നമുക്ക് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ആംഗ്യ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരുപക്ഷെ ജഡ്ജിക്കറിയില്ല ആ ആംഗ്യ ഭാഷ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അത് ഏത് രീതി, അതിനാണ് ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകാര് ഇതുപോലെയുള്ള സ്പെഷ്യൽ എക്സ്പേർട്സിനെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ, അത് സൈക്കാട്രിസ്റ്റ് ആയാലും സൈക്കോളജിസ്റ്റ് ആയാലും മറ്റ് എല്ലാ തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റുകൾ കൃത്യമായി ഫോളോ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് അവരെ ആവശ്യം, അത് മൊഴിയെടുക്കുമ്പോഴാകാം, ഡോക്ടറുടെ പരിശോധനയിലാകാം, 164-ലാകാം, കോടതിയിൽ വിസ്തരിക്കുമ്പോഴാകാം. അപ്പൊ ഏത് സാഹചര്യത്തിലും അതുപോലെയുള്ള ആളുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നിഷ്കർഷിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിലൂടെ ആ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ കോടതിയിൽ അനാവരണം ചെയ്യപ്പെട്ട് കോടതിയിൽ തെളിവ് ലഭ്യം ചെയ്തുകൊണ്ട് ആ തെളിവ് കോടതിക്ക് സ്വീകാര്യമായ നിലയിൽ അത് അപ്രീഷ്യബിൾ ആണ് എങ്കിൽ അത് കൺസിഡറബിൾ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ്. ആ രീതിയിൽ നമുക്കത് സ്വീകരിക്കാം. അതുകൊണ്ട് 70% അബ്നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ എവിഡൻസ് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നില്ല. ഹൗ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബിഫോർ ദി കോർട്ട്, വെദർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻസ്പയർസ് ദ കോൺഫിഡൻസ് ഓഫ് ദി കോർട്ട്, അതാണ് നമുക്ക് മുഖ്യം. Sir, one more question. Yes. Sure. Sir, both are juvenile ആണെങ്കിൽ, അതായത് അക്യൂസ്ഡും വിക്ടിമും ജുവനൈൽ, ഒരാൾ 16 വയസ്സും ഒരാൾ 7 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലീസ് ആ ഒരു കാര്യം പറഞ്ഞ് റെഫർ ചെയ്ത് കളഞ്ഞാൽ ഹൗ കാൻ ആ ഒരു വിക്ടിമിന് എന്ത് നീതിയാണ് കിട്ടാൻ, എവിടെ അപ്രോച്ച് ചെയ്യണം? ഇതിനകത്ത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇവിടെ പറയുമ്പോൾ രണ്ട് കാര്യം പറയണം. ഒന്ന്, ഇവിടെ 16-8-ന്റെയും കാര്യം പറഞ്ഞു. ഈ 16 എന്ന് പറയുന്നത് ആൺകുട്ടിയാണോ അല്ലെങ്കിൽ 8 എന്ന് പറയുന്നത് പെൺകുട്ടിയാണോ? ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കുട്ടി കുറ്റവാളി JCL or CCL ആയിട്ട് വരുന്നു, ഒരാൾ ഇതിനകത്ത് വിക്ടിമായിട്ട് വരുന്നു. ഇനി നമുക്ക് ആദ്യം 16 വയസ്സുള്ള പെൺകുട്ടിയുടെ കാര്യം എടുക്കാം. ഈ 16 വയസ്സുള്ള പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് ആ പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഒരു ആൺകുട്ടി ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് അവിടെ ഒരാൾ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു. പക്ഷെ ഇവിടെ രണ്ടുപേരും മൈനറായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾ കുറ്റവാളിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ JCL or CCL ആയിട്ട് മാറുന്നു. അപ്പോ ഇവിടെ പരാതിയായിട്ട് വരുന്നത് ആരാണ്? പരാതിയായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പരാതിക്കാരി മൈനർ, അതോടൊപ്പം തന്നെ ഇതിനകത്ത് എതിർകക്ഷിയായി വരുന്ന അക്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ JCL or CCL ആയിട്ട് വരുന്നയാളെ സംബന്ധിച്ചും അവിടെ മൈനറായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അയാൾ ഒരേ സമയം രണ്ട് തരത്തിലുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റിയിലേക്കാണ് വരുന്നത്. ഒരാള് JCL or CCL ആയിട്ട് വരുമ്പോൾ തന്നെ അയാളും ഒരു മൈനറായിട്ട് വരുന്നു. അയാളെ സംബന്ധിച്ച് അയാൾ നോക്കുമ്പോൾ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നെ വിളിച്ചുകൊണ്ട് പോയി, എന്നെ ചെയ്തത് എന്താണ്? ഇനി ആ 16 വയസ്സുള്ള കുട്ടി പരാതിക്കാരനായിട്ട് വരുമ്പോൾ അയാൾ അതേസമയം അയാൾ വിക്ടിമൈസ് ചെയ്യപ്പെട്ട വ്യക്തിമായി മാറുന്നു. അപ്പൊ ഈ രണ്ട് കൂട്ടരും പരാതിപ്പെടുന്നത് വ്യക്തിമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഒരാൾ പരാതിക്കാരനും മറ്റേയാൾ അക്യൂസ്ഡുമായിട്ട് അല്ലെങ്കിൽ JCL or CCL ആയിട്ട് വരുന്നു. അതേ CCL തന്നെ പരാതിക്കാരനായിട്ട് വരുമ്പോൾ അതിൽ ആദ്യം പരാതിക്കാരനായിരുന്നയാൾ JCL or CCL ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ജെൻഡർ ന്യൂട്രൽ പ്രൊവിഷൻ ആയതുകൊണ്ട് ഇവിടെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് ആദ്യം ഇപ്പൊ പെൺകുട്ടിയാണ് പരാതിക്കാരനായി വരുന്നതെങ്കിൽ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി അതുകൊണ്ടാണ് സെക്ഷൻ 7-ൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. ഇവിടെ ഒരു നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു കേസാണ്.
കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു കേസിൽ ഒരു 45 വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്ക് 12 വയസ്സുള്ള ഒരു മകനുണ്ട്. 12 വയസ്സുള്ള മകന്റെ കൂട്ടുകാരൻ ഒരാൾ എപ്പോഴും ആ വീട്ടിൽ വരുന്നു. ഈ 45 വയസ്സുള്ള സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നില്ല. ഇവരൊരു സെക്ഷലി പെർവേർട്ടഡ് ലേഡിയാണ്, സെക്ഷൽ പെർവേർഷനുള്ള ലേഡിയാണ്. ഇവരുടെ സ്വന്തം മകനെ കൂട്ടുകാരൻ വന്നു കഴിയുമ്പോൾ സ്വന്തം മകനെ പറഞ്ഞ് കടയിലേക്ക് വിട്ടിട്ട് ഈ 12 വയസ്സുള്ള മകനെ കൊണ്ട് ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നു. ഇവിടെ ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വീട്ടുകാർ നോക്കിയപ്പോൾ കുട്ടി കുറെ നാളുകളായി വളരെ മോശമായ നിലയിൽ, അല്ലെങ്കിൽ അവന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു. കുട്ടിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അവന്റെ സാധാരണ അവസ്ഥ മാറുന്നു. കുട്ടിയോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ കുട്ടി പറയുന്നു, എന്നെ ഇങ്ങനെ എന്റെ കൂട്ടുകാരന്റെ അമ്മ എന്നെ ഇങ്ങനെ രീതിയിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ കുട്ടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ആ പറയുന്ന കുട്ടി പരാതിക്കാരനായി വരുന്നൊരു സാഹചര്യം. ആ കുട്ടി പരാതിക്കാരനായി വരുമ്പോൾ ഈ 45 വയസ്സുള്ള ഈ സ്ത്രീക്കെതിരെ ഏത് തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിന് ആ പരാതി എടുക്കും? നമുക്കറിയാം, പോക്സോ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 7 and 8 ഈസ് ഫെയർലി ആപ്ലിക്കബിൾ. ഇനി 12 വയസ്സിന് താഴെയാണെങ്കിൽ അത് 9 and 10 പോകുന്നു. ഇനി നേരെ മറിച്ച് ഇതിന് മറ്റൊരു അപകടകരമായ ഒരു അവസ്ഥയും കൂടി ഞാനൊന്ന് പറയാം. ഈ 45 വയസ്സുള്ള സ്ത്രീ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ, സെക്ഷൻ 375(c)(b) is there. Inserting body part or object in the vagina. A man is said to commit rape if he insert his penis or body part in the vagina or urethra. ഇവിടെ വജേനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പരാതി ഈ 45 വയസ്സുള്ള സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഈ 12കാരനെതിരെ കൊടുത്താൽ, IPC സെക്ഷൻ 82, 83, 84 ഒക്കെ അവിടെ ഉണ്ട്. അത് ഞാൻ മറക്കുന്നില്ല. അവിടെ അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ 12 വയസ്സുള്ള ആൾക്കെതിരെ ഇത് തന്നെയല്ലേ ഈ 16 വയസ്സുള്ള സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ, ഈ 16 വയസ്സുള്ള പെൺകുട്ടി അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു, എന്റെ ഈ പറയുന്ന ഇന്ന സ്ഥലത്ത് ഈ 12 വയസ്സുകാരൻ ഒരു ഇൻസർട്ട് ചെയ്തു, അല്ലെങ്കിൽ ബോഡി പാർട്ട് ഓർ ഒബ്ജക്ട് ഓർ പെനിസ് ഓർ എനിത്തിങ്. ആ രീതിയിൽ വന്നാൽ 16-കാരത്തി പെൺകുട്ടിയുടെ മൊഴിയിൽ ഈ 12-കാരനെതിരെ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഇടണ്ടേ? നിർബന്ധമായും ഇട്ടിരിക്കണം. ഇനി നേരെ മറിച്ച് ഈ 12 വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, സാറേ എന്നെ 16 വയസ്സുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യിച്ചു, എന്നെ സെക്ഷൽ അസോൾട്ട് ചെയ്തു. എന്താ 12 വയസ്സുകാരന്റെ പരാതിയിൽ പോലീസ് കേസ് എടുക്കണ്ടേ? പോലീസ് കേസ് എടുത്തേ മതിയാകൂ. പോക്സോ നിയമത്തിന്റെ അവസ്ഥ അതാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം.